ഇനി വല്ല ഹാസ് എന്ന് വെച്ചാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമുക്കറിയില്ല ആമ് ഹാസ്. ഹാസ് എന്ന് വെച്ചാൽ യുക്കാവിൽ ആമിനോട് എതിരാവുന്ന സംഗതിയാണ്. അപ്പോൾ ഫയുക്കാലു ഫിഹി, അപ്പോൾ ഈ ഹാസിൽ പറയപ്പെടും മാലായതനാവലു ഷൈഅൈനി, ഹാസിൻ്റെ കൂട്ടത്തിൽ പറയപ്പെടുന്ന എന്തിനാണ് ഒന്നിനെ ലായത്തനാവലും അത് ഉൾക്കൊള്ളുന്നില്ല ഷൈഅനി രണ്ടെണ്ണത്തിനെയോ ഫസായിദ അല്ലെങ്കിൽ രണ്ടിലേറെയുള്ളതിനെയോ മിൻ ഗൈരി ഹസ്ര ഒരു ഹസ്ര ഒരു ക്ലിപ്തപ്പെടുത്തലും കൂടാതെ രണ്ടിനെയോ രണ്ടിൻ്റെ ഏറെയുള്ള സാധനത്തിനോ ഉൾക്കൊള്ളിക്കാത്തതാണ്. ഇതുപോലെ നഹു റജുല് റജുലിൻ വറജുലൈനി വസലാസത്ത് റിജാലൊക്കെ പോലെ. അതായത് റജുൽ എന്ന് വെച്ചാൽ ഒരാൾ, റജുലൈൻ എന്ന് വെച്ചാൽ രണ്ടാൾ. അവിടെ ക്ലിപ്തായിപ്പോയി, സമ്പത് ഒന്നിൻ്റെ മേലെ വന്നിട്ടുണ്ട്, രണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ എന്തായി ക്ലിപ്തായിപ്പോയി അല്ലേ റജുലൈനി എന്ന് പറഞ്ഞപ്പോൾ. പിന്നെ മൂന്ന് പുരുഷന്മാർ എന്ന് പറയുമ്പോൾ അവിടെ എന്താ എണ്ണത്തിൽ ക്ലിപ്തായി. അപ്പോൾ ഹസർ ഉണ്ടെങ്കിൽ അവിടെ എന്താകും ഹാസായിരിക്കും. ഹസർ ഉണ്ടെങ്കിൽ ഹാസായിരിക്കും. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ റിജുലൈൻ നമ്മളിപ്പോൾ ഹാസിനെ പറ്റി പറയുന്നത് അതിൻ്റെ ഉദാഹരണമാണ് റജുലും റജുലൈനിയും സലാസ്തു റിജാലൊക്കെ. കാരണം ഇവിടെ ഒന്നും ഹസർ ഇവിടെ ഉണ്ട്, ഹസർ ഇവിടെ ഉണ്ട് അല്ലേ. മാലായത്തനാവലു ഷൈഅൈനി ഫസായിദ. അപ്പം ഇങ്ങനെയുള്ള സാധനത്തിൽ ഉൾക്കൊള്ളിക്കാത്തതാണ് എന്ത് ഹസർ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ അല്ല ഹാസ് എന്ന് പറഞ്ഞു. അഥവാ ഹസർ അവിടെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും ഹാസായിരിക്കും, ഹസർ അവിടെ ഇല്ലെങ്കിൽ ആമായിരിക്കും. ഇനി തഖ്സീസിന് എന്താണ് തഖ്സീസ്? അത് ഇത് ആമിനെ എന്ത് ചെയ്യും തഖ്സീസാക്കും, ഹാസായി വരും. ഒരു മുത്തലക്കൻ ഒരു വിധിയാണെങ്കിൽ അതിനെന്താക്കാം മുഖയ്യദ് വിധിയാക്കുക. അതൊക്കെ ഇതിൽ പെടുന്നതാണ്. അതായത് ഒരു ആമായ സംഗതിനെ ഹാസാക്കുക, തഖ്സീസാക്കുക, പ്രത്യേകമാക്കുക. അതെന്താണെന്ന് പറയാം, അത് തമീസു ബഅദിൽ ജുംല ഒരു കൂട്ടത്തിലുള്ള, ഇങ്ങനെയാണ് മത്തിരിത്തരേ ഉള്ളൂ. തഖ്സീസു അൽ ജുംല, തഖ്സീസ് എന്ന് വെച്ചാൽ ജുംലയാണ്. അഥവാ ആ ജുംലയിൽ നിന്ന് കുറച്ച് സാധനത്തിന് ഒഴിവാക്കിയാലും, ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മുടെ ക്ലാസ് ഉണ്ട്, ആ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളും പഠിക്കാത്ത കുട്ടികളും എഴുതി വന്ന കുട്ടികളുണ്ട്. അപ്പോൾ എഴുതി വരാത്ത കുട്ടികൾ എന്ത് ചെയ്യുക എണീപ്പിച്ച് ചേർത്തി പുറത്താക്കുക. അപ്പോൾ എന്തായി അവിടെ ആ കുട്ടികളെന്താക്കി അവിടെയുള്ള കുട്ടികളെന്താക്കി ഹാസാക്കി. ആ കുട്ടികളുടെ ജുംല ആ കൂട്ടത്തിൽ നിന്ന് കുറച്ച് പേരെ എന്താക്കി പുറത്താക്കിയപ്പോൾ എന്തായി അവിടെ എന്തായിട്ട് തഖ്സീസ് കിട്ടിയില്ലേ, പഠിച്ച കുട്ടികൾക്ക് മാത്രം ഒരു തഖ്സീസ് കിട്ടി. അത് തന്നെ. അപ്പോൾ അതാണ് ആ തഖ്സീസ് എന്ന് വെച്ചാൽ തമ്മീസ്. ഇപ്പം ശാരി കുറച്ചും കൂടെ നല്ലപോലെ പറഞ്ഞിട്ടുണ്ട്. തമ്മീസു ബഅദിൽ ജുംല ഒരു കൂട്ടത്തിൽ നിന്നും ബാദിനെ എന്താക്കുക വേർതിരിക്കുക. അതായത് ഇഹ്റാജുഹു ആ ബാദിനെ എന്താക്കുക പുറത്താക്കുക. ഇതുപോലെ ഇഹ്റാജിൽ മുആഹദീന ഈ കരാറ് വെച്ച കാഫിരീങ്ങളെ, കരാറ് വെച്ച മുശ്രിക്കീങ്ങളെ പുറത്താക്കുന്ന പോലെ മിൻ ഖൗലി തആല അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൗലിൽ നിന്നും ഫഖ്തുലുൽ മുശ്രിക്കീൻ നിങ്ങൾ മുശ്രിക്കീങ്ങളെ കൊല്ലുക. നമ്മൾ നേരത്തെ ആമിൻ്റെ ഭാഗത്ത് പറഞ്ഞായിരുന്നു. ഫഖ്തുലുൽ മുശ്രിക്കീൻ എന്ന് വെച്ചാൽ ആമിൻ്റെ മാനുണ്ട്, അങ്ങനെ തന്നെയാണ് എല്ലാ മുശ്രിക്കീങ്ങളും നിങ്ങൾ കൊല്ലുക. പക്ഷെ അവിടെ എന്തുണ്ട് ഒരു തഖ്സീസ് ഉണ്ട്. അതായത് ആ മുശ്രിക്കീങ്ങളും മുആഹിദീങ്ങളായ അതായത് മുസ്ലിമീങ്ങളോട് കരാറിൽ ഏർപ്പെട്ട ആളുകൾ, അതായത് ആ കരാറിനെ വേണ്ട വിധത്തിൽ പാലിക്കുന്ന ആളുകളുണ്ടാകും. അവരോട് എന്ത് ചെയ്യരുത്, നമ്മൾ അവരെ കൊന്നു കളയരുത് എന്ന് അവിടെ പ്രത്യേകം തഖ്സീസ് ആക്കുന്നുണ്ട്. അതുപോലെ ഈ വഹുവ എന്ന് വെച്ചാൽ വഹുവ യൻഖസിമു ഈ തഖ്സീസ് വിഭജിതമാകും. തഖ്സീസ് പലവിധം ഉണ്ടെന്ന്. ഇലാ മുത്തസിലിൻ വ മുൻഫസിലിൻ രണ്ടൈറ്റാണ്. മുത്തസിൽ ഉണ്ടാവും, മുൻഫസിൽ ഉണ്ടാവും. ഇനി നമുക്ക് മുത്തസിലിനെ പറ്റി നോക്കാം. മുത്തസിൽ എന്ന് വെച്ചാൽ എന്താണ് ഇസ്തിസ്ന ആണ്, ഒഴിവാക്കൽ തന്നെയാണ്. എങ്ങനെയുള്ള ഒഴിവാക്കലാണ് വസിയത്തി മിസാൽ അതിൻ്റെ ഉദാഹരണമൊക്കെ ശേഷം വരും. അപ്പോൾ നമുക്ക് നോക്കാം. ഇനി നമ്മൾ എന്താണ് അപ്പോൾ അതിൻ്റെ ഉദാഹരണം ശേഷം വരുന്നുണ്ട്. എന്തായാലും അതിനിടക്ക് പറയാണ് ഷർത്തിനെ പറ്റി പറയാണ്. ഷർത്ത് തഖീദു ബിസിഫത്തി വലിസ്തിസ്നാ എന്തായാലും ഷർത്ത് എന്ന് വെച്ചാൽ ഏതുപോലെയാണ് നഹു അക്രിം ബനി തമീം ഇൻ ജാഊക എന്ന്. അത് ഷർത്താണ്. ഷർത്തൊക്കെ ഏതിൽ വരുന്നുണ്ട്, ഇതെല്ലാം തഖ്സീസിൽ വരുന്നതാണ് ഷർത്ത്. അതുപോലെ ഫൽ മുത്തസിലു ബിൽ ഇസ്തിസ്നാഇ വശർത്തി അവിടെ ഇത് നുസ്ഖയിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. എന്തായാലും ഈ തഖ്സീസ് വരുന്ന സംഗതികളാണ് ഈ ഷർത്തും അതുപോലെ തന്നെ തഖീദും ബിസിഫത്തൊക്കെ എന്താണ് തഖ്സീസ് ഉണ്ടാക്കി തരുന്ന സാധനങ്ങളാണ്. അപ്പോൾ എന്തോ നുസ്ഖയിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ടാണ് വായിക്കാൻ കിട്ടാത്തത്. ശരിയായ നുസ്ഖ കയ്യിലില്ല. എന്തായാലും ഷർത്തായിട്ട് വരുന്നതിന് ഉദാഹരണമാണ് അക്രീം ബനി തമീമാരെ നീ എന്ത് ചെയ്യുക സൽക്കരിക്കുക. ഇൻ ജാഊക അവർ നിൻ്റെ അടുക്കൽ വന്നാൽ. അപ്പോൾ അവിടെ എന്താ അർത്ഥം വന്നിരുന്നത് അതിൽ ജാഈന മിൻഹു അവരിൽ നിന്നും വരുന്ന ആളുകൾ നീ സൽക്കരിക്കുക. അപ്പോൾ ഒരു സ്കൂളുണ്ട്, ആ സ്കൂളിൽ എന്താണ് ആ സ്കൂളിൽ നിന്നും നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ആളുകൾ, ആ വീട്ടിലേക്ക് വന്നാൽ നീ എന്ത് ചെയ്യുക അവരെ സൽക്കരിക്കുക. വേണ്ട കാരണം എന്ന് വെച്ചാൽ അവരിൽ നിന്നും ആ കുട്ടികളിൽ നിന്നും വീട്ടിലേക്ക് വരുന്ന ആളുകളെ സൽക്കരിക്കുക. അപ്പോൾ അവരെ തഖ്സീസാക്കിയില്ലേ, ഷറത്ത് കൊണ്ട് തഖ്സീസാക്കിയിട്ടുണ്ട് അവിടെ.
പിന്നെ തഖീദ് സിഫത്ത് കൊണ്ട് എന്ത് ചെയ്യുക, തഖീദ് കൈത് നൽകുക എന്തെങ്കിലും ഒരു വിശേഷണം കൊണ്ട്. ഇതുപോലെ നെഹു അക്രീം ബനി തമീം ഫുഖഹ, അക്രീം നീ ആദരിക്കുക ബനു തമീമുകാരെ. എങ്ങനെയുള്ള ബനി തമീം? അൽ ഫുഖഹ എന്താണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാരായിട്ടുള്ള ബനു തമീമുകാരെ നിങ്ങൾ എന്ത് ചെയ്യുക, നീ ആദരിക്കുക. അപ്പം എല്ലാ ബനി തമീമുകാരല്ല, ഈ ഹാസാക്കപ്പെട്ട മുഖസ്സസാക്കപ്പെട്ട ആളുകൾ. പിന്നെ ഇസ്തിസ്നാ കൊണ്ട് അങ്ങനെയും വരും തഖ്സീസെ. ഇതുപോലെ ഇസ്തിസ്നാ നമ്മൾ പറഞ്ഞല്ലോ, ഇസ്തിസ്നാ അതുപോലെ തന്നെ വഹുവ ഇലാ മുത്തസിലും മുൻഫസിൽ. അപ്പോൾ ഇസ്തിസ്നാന് ഉദാഹരണം പറയുകയാണ്. ഇസ്തിസ്നാ എന്ന് വെച്ചാൽ എന്താണെന്ന് പറയുകയാണ്. ഇഹ്റാജ് നമ്മൾ പറഞ്ഞില്ലല്ലോ, ശേഷം വരുമെന്നല്ല പറഞ്ഞു. ഇഹ്റാജ് പുറപ്പെടുവിക്കലാണ് ഒന്നിനെ ലൗലാഹു, ആ ഒന്നില്ലായിരുന്നെങ്കിൽ, ലൗലാഹു അല്ല, ആ ഇസ്തിസ്ന ഇല്ലായിരുന്നെങ്കിൽ ലദഖല, ഈ പ്രവേശിച്ചേനെ ഫിൽ കലാമിൽ. ഒന്നും കൂടെ ഇസ്തിസ്ന ആകുന്നത് ഇഹ്റാജു ഒന്നിനെ പുറപ്പെടുവിക്കലാണ്. ലൗലാഹു, ആ ഇസ്തിസ്ന അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ ലദഖല, ഈ ഒന്ന് പ്രവേശിച്ചേനെ ഫിൽ കലാമിൽ. നോക്കാം, ഉദാഹരണം നോക്കും വ്യക്തമാകും. നെഹു ജാ അൽ കൗമു ഇല്ലാ സെയ്ത പോലെ, ജാ അൽ കൗമു സമൂഹം വന്നു, ഇല്ലാ സെയ്ദ് ഒഴികെ. അപ്പോൾ ജാ അൽ കൗമു, ആ ഇസ്തിസ്ന ഇല്ലാ സെയ്ദിനെ ഒഴിവാക്കി കളഞ്ഞാൽ എന്താ മനസ്സിലാവുക? ജാ അൽ കൗമു സമൂഹം വന്നു എന്ന് പറയുമ്പോൾ സമൂഹത്തിൽപ്പെട്ട ആളാണ് ആര്? ബഹുമാനപ്പെട്ട സെയ്ദും. അപ്പോൾ ഈ സെയ്ദും വന്നു എന്ന് കിട്ടും. അതാണ് ആ ഇസ്തിസ്ന അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ ലദഖല ഫിൽ കലാമിൽ ഏത് പ്രവേശിച്ചേനെ? ആ സെയ്ദും കൂടെ പ്രവേശിച്ചിരുന്നേനെ, ആ കൗമിൻ്റെ കൂട്ടത്തിലായിട്ട് കലാമിൽ പ്രവേശിച്ചേനെ. ഇസ്തിസ്ന വന്നു അപ്പോൾ അതാണ് ഇസ്തിസ്ന. ഇനി വഇന്നമാ യസിഹുൽ ഇസ്തിസ്നാഉ, ഇനി ഇസ്തിസ്ന എപ്പോൾ മാത്രമാണ് ശരിയാവുക എന്ന്. വഇന്നമാ യസിഹുൽ ഇസ്തിസ്ന ശരിയാകുന്നത് ബിശറത്തി, ഷറത്തോടു കൂടിയാണ്. എന്താണ്? ഐ യബ്ഖാ മിനൽ മുസ്തസ്ന മിൻഹു ഷൈഉൻ, ഐ യബ്ഖാ ബാക്കിയാവണം, മിനൽ മുസ്തസ്ന മിൻഹു, ആ ഏതെന്നിൽ നിന്നാണ് ഇസ്തിസ്ന ചെയ്യപ്പെടുന്നത്, ഒഴിവാക്കപ്പെടുന്നത്. ഇപ്പം ജാ അൽ കൗമു ഇല്ലാ സെയ്ദ് കൗമാണത് മുസ്തസ്ന മിൻഹു, ആ മുസ്തസ്ന മിൻഹുൽ നിന്നും ബാക്കിയാവണം ഷെയ്യുൻ, എന്തെങ്കിലും ഒരു സംഗതി ബാക്കിയാവണം എന്ന ഷർത്തോടു കൂടി മാത്രമാണ് ഇസ്തിസ്ന ശരിയാവുക. ഇതുപോലെ നെഹു ലഹു അവനുണ്ട്, അലയ്യ എൻ്റെ മേൽ, അതായത് അവന് ഞാൻ കൊടുക്കാനുണ്ട് എന്ന്. അഷറ എത്ര? 10 കൊടുക്കാണ്ട്. അഷറ 10 ഞാൻ, അപ്പോൾ 10 രൂപ ആണെങ്കിൽ, അല്ലെങ്കിൽ 10 രൂപ ഞാൻ കൊടുക്കാണ്ട്. ഇല്ല എന്തൊഴികെ? ഇല്ല തിസ്അത്തൻ 9 ഒഴികെ. അപ്പോൾ 10 കൊടുക്കാണ്ട് ഒരു 9 കൊടുക്കില്ല. 10 ഉണ്ടായിരുന്നു, ഉദാഹരണം അങ്ങനെയായിരിക്കും. 10 ഉണ്ടായിരുന്നു, അപ്പോൾ അതിൽ 9 ഒഴികെ എന്ന് പറഞ്ഞാൽ 9 ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇനി ഒന്നും കൂടെ ബാക്കിയുണ്ട്. അപ്പോൾ അവിടെ ബാക്കിയുണ്ട്, മുസ്തസ്ന മിൻഹു ഇപ്പം ബാക്കിയുണ്ട്. 10 9 പോയി, പിന്നെ ബാക്കി എത്ര ഉണ്ട്? 1 ഉണ്ട്. ഇനി അങ്ങനെയല്ല പറയുന്നത്. ഫലവു കാല, ഇയാൾ പറഞ്ഞ് ഇല്ല അശറത്തൻ എന്ന് പറഞ്ഞ്. അവിടെ ലഹു അലയ്യ അഷറ എന്ന് പറഞ്ഞു, എന്നിട്ട് ഇല്ലാ തിസ്അത്ത് എന്നുള്ളതിന് സ്ഥാനത്ത് എന്ത് പറഞ്ഞു? ഇല്ല അഷറത്തെന്ന് പറഞ്ഞു. അവന് ഞാൻ 10 കൊടുക്കാണ്ട് ഇല്ല അഷറ, 10 ഒഴികെ 10ഉം കൊടുക്കാനില്ല എന്നർത്ഥമായി. അപ്പോൾ എന്തായി? മുസ്തസ്ന മിൻഹുന്ന് ആ 10ആണ് മുസ്തസ്ന മിൻഹു. ആ മുസ്തസ്ന മിൻഹുന്ന് 10നെ കുറച്ച് എന്തായി? പിന്നെ 0 അല്ലേ? പിന്നെ മുസ്തസ്ന മിൻഹുന്ന് എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഒന്നും ബാക്കിയില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ലം യസിഹ, അത് ശരിയാവൂല. വൽ തൽസമുൽ അഷറ, അവിടെ എന്താകും? അഷറത്ത് ലാസിമായി വരും. അഷറ എന്താവും? ലാസിമായി വരും. മനസ്സിലായല്ലോ? അപ്പോൾ ശരിയാവൂല. ഇനി വമിൻ ഷർത്തിഹി, ഇനിയും ഇസ്തിസ്നാൻ്റെ ഷർത്തിൽ പെട്ടതാണ് അയ്യക്കൂന മുത്തസില. എന്താണ് എന്തായിരിക്കണം? മുത്തസിലായിരിക്കണം. അല്ലാതെ ഇസ്തിസ്ന മുത്തസിൽ മുൻകത്തി ആ മാനല്ല ഇവിടെ പറഞ്ഞതെന്ന് വെച്ചാൽ സംസാരത്തിൻ്റെ ഉടനെ തന്നെ ഇസ്തിസ്ന വരണം. നോക്കാം, ബിൽ കലാമിനോട് മുത്തസിലായിട്ട് വരണം, സംസാരത്തിനോട് ചേർന്ന് വരണമെന്നാണ്, അല്ലാതെ മുൻകത്തി ആവാൻ പാടില്ല എന്നല്ല. നോക്കാം. ഫലോ കാല ഒരാൾ പറഞ്ഞു ജാൽ ഫുഖഹാഉ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വന്നു. സുമ്മ കുറച്ച് കഴിഞ്ഞിട്ട് അവൻ പറയുന്നത് കാല ബാധയോമി, ഒരു ദിവസത്തിന് ശേഷം. സുമ്മ കാല ബാധയോമി, പിന്നെ അവൻ പറഞ്ഞു ബാധയോമി, ഒരു ദിവസം കഴിഞ്ഞിട്ട് പറയാണ്. ഇന്നലെ എന്ത് പറഞ്ഞ്? ഫുഖഹാക്കൾ വന്നു. പിറ്റേന്ന് ഉറങ്ങി, പിറ്റേന്ന് രാവിലെ പറയാണ് ഇല്ലാ സെയ്ദ് ഒഴികെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലം യസിഹ് ശരിയാവൂല. ഞാനിപ്പം പറഞ്ഞ് ഫുഖഹാക്കൾ വന്നു, ഫുഖായിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ആളാണ് സെയ്ദ് എന്ന് വെച്ചാൽ. ഞാൻ കുറേ നേരം കഴിഞ്ഞ് ഭക്ഷണവും കഴിച്ച് കുളിച്ചൊക്കെ വന്നിട്ട് ഞാൻ പറഞ്ഞു സെയ്ദ് ഒഴികെ എന്ന് പറഞ്ഞു. എന്തേലും മാനുണ്ട് അവിടെ? അത് മുത്തസിലല്ല, കാരണം മുമ്പുള്ള കലാമിനോട് ചേർന്നല്ല ഒന്ന്. അപ്പോൾ ഇസ്തിസ്ന ശരിയാവില്ല. ഇനി വയജൂസുൽ ഇസ്തിസ്ന ശരിയാകും. മിനൽ ജിൻസി, ഒരു ജിൻസിൽ നിന്നും ഇസ്തിസ്ന അങ്ങനെ ഒഴിവാക്കാം. കമാ തഖദ്ദമ, മുമ്പ് കഴിഞ്ഞ ഉദാഹരണം മനസ്സിലാകും.
വമിന് ഗൈരിഹി, ഇനി എന്താണ് ജിൻസിൽ നിന്ന് മാത്രമല്ല ജിൻസ് അല്ലാത്തതിൽ നിന്ന് ഇസ്തിസ്നാ ചെയ്യാൻ പറ്റും. ഏതുപോലെ അതിന് ഉദാഹരണത നഹു ജാ അൽ ഖൗമു ഇല്ലൽ ഹമീർ, എന്താണ് കൗമു വന്നു, ജാ അൽ ഖൗമു ഇല്ലൽ ഹമീർ, ഹമീർ ഒഴികെ. അപ്പോൾ അൽ ഖൗം അല്ലേ, ജിൻസ് അല്ലാത്തതിൽ നിന്നും ഇസ്തിസ്നാ വന്നില്ലേ, അൽ ഖൗമിന്നു അല്ലേ, ജാ അൽ കൗമു വന്നു എന്നാണ് പറഞ്ഞു. അപ്പോൾ അവിടെ എന്താണ് ജിൻസ് അല്ലാത്തതിൽ നിന്നും എന്ത് വന്നിട്ടുണ്ട്, കൗമു വന്നു, എന്നിട്ട് ഹമീർ എന്നാണ് പറഞ്ഞത്. ഹമീർ എന്നുള്ള എന്താണ് ഇതിൽ പെട്ടതല്ല, കൗമിൽ പെട്ടതല്ല. അപ്പോൾ ഇസ്തിസ്ന എന്താണ് മുൻകത്തിയാണ്. അപ്പോൾ ഇസ്തിസ്നായിൽ എന്താണ് ഇസ്തിസ്ന മുൻകത്തിയും പറ്റും. ജാൽ കൊമീറു ഇല്ല, എന്താണ് ഇപ്പോൾ ഇല്ല നമീറ, അല്ലെങ്കിൽ ഈ കഴുത എന്ന് പറയാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ ഈ ഇങ്ങനെയാണ് മനസ്സിലാവുന്നത്. ഈ അറബികൾ പണ്ട് കാലത്ത് അവരെപ്പം പോവുകയാണെങ്കിൽ അവരുടെ കൂടെ എന്താകും, കഴുതകളുണ്ടാവും. കാരണം അവരുടെ വണ്ടിയാണ്. ഇപ്പം നമ്മൾ ബൈക്ക് ഉപയോഗിക്കുന്ന പോലെ എന്താണ് എല്ലാവരും വന്നിട്ടുണ്ട് കല്യാണത്തിന്, പക്ഷേ ബൈക്ക് കേട്ട് ആരും വന്നില്ല. നമ്മളിപ്പം ബൈക്ക് പറയുന്ന പോലെയാണ് അന്ന് കഴുത. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇല്ല ഹിമാറ എന്നൊക്കെ ഉദാഹരണം കാണുന്നത്. കഴുതകൾ ഒഴികെ അവരുടെ കഴുതകൾ ഉണ്ടാവും, അപ്പോൾ കഴുതകൾ വന്നില്ല. അപ്പോൾ കഴുത സംഗതി ഇവരുടെ പെട്ടതല്ല. അപ്പോൾ അങ്ങനെയാണ് ഇസ്തിസ്നാ മുൻകത്തി വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ സംഗതി ഇതാണ്, മുസ്തസ്നാ മിൻഹൂൽ പെടണമെന്നില്ല മുസ്തസ്നാ ബിഹി, അതാണ്. ഇനി വശറത്തു മുഖസ്സിസു, ഈ തഖ്സീസ് നൽകുന്ന ഷർത്ത് നമ്മൾ പറഞ്ഞല്ലോ, ഷർത്ത് കൊണ്ട് തഖ്സീസ് കിട്ടും, പിന്നെ സിഫത്ത് കൊണ്ടുള്ള തഖീദ് കൊണ്ട് ഇത് കിട്ടും നമ്മൾ പറഞ്ഞില്ലേ, വഷർത്തി എന്നും തഖീദ് ബിസിഫ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞു. ഇനി വഷർത്തുൽ മുഖസ്സിസ്, ഈ സാധനത്തിന് തഖ്സീസ് ഒരു പ്രത്യേക ഹുക്കുമ് നൽകുന്ന ആ ഷർത്ത്. യജൂസു അനുവദനീയമാണ്, തഖദ്ദമ അലൽ മഷ്റൂത്ത്, ഈ ഷർത്ത് മഷ്റൂത്തിനേക്കാൾ മുമ്പ് വരലെന്താണ് അതും അനുവദനീയമാണ്. യജൂസ് അനുവദനീയമാണ്, തഖദ്ദമ ഈ ഷർത്ത് മുന്തൽ അലൽ മഷ്റൂത്തിനേക്കാൾ നഹ്വതുപോലെ ഇൻ ജാഅക ബനു തമീമിൻ ഫഅക്രിമുഹും എന്ന് പറയാം. ഇൻ ജാഅക ബനു തമീം ഗോത്രക്കാരൻ നിൻ്റെ അടുക്കൽ വന്നാൽ ഫഅക്രിഹും, നീ അവനെ ആദരിക്കുക. കേട്ടോ, ഇൻ ജാഅക എന്ന് പറഞ്ഞു, ഇൻ ജാഅക ബനു തമീം ഷർത്തിനെ ഫസ്റ്റേ കൊണ്ടുവന്നു, എന്നിട്ടാണ് പിന്നെ മഷ്റൂത്തിനെ വന്നത്. ഫഅക്രിം എന്നുള്ള മഷ്റൂത്താണ്, മഷ്റൂത്തിനേക്കാൾ മുമ്പ് ഷർത്തിനെ കൊണ്ടുവന്നു, അതും പറ്റും. ഇനി വൽ മുഖയ്യദു ബിസ്സിഹത്തി, സിഹത്ത് കൊണ്ട് കൈത് വെക്കപ്പെട്ടത്, നമ്മൾ പറഞ്ഞില്ലേ എന്തെങ്കിലും ഒരു സിഫത്ത് കൊണ്ട് തഖീദാവുക എന്ന് പറഞ്ഞില്ലേ. ഇതിലിപ്പം സഹീഹ് ആവുമെന്ന് എന്തോ ഒന്നിനെ കൈത് വെച്ചെന്ന് വെച്ചാൽ എന്തോ ഒരു സംഗതി എന്താണെന്ന് സഹീഹാണെന്ന് കൈത് വെച്ചിട്ടുണ്ട്. യുഹമലു അലൈഹി, ആ സഹീഹ് ആകുമെന്ന് കൈത് വെക്കപ്പെട്ടതിൻ്റെ മേൽ ചുമത്തപ്പെടും അൽ മുത്തലക്കിനെയും ചുമത്തപ്പെടും. നമുക്ക് ഉദാഹരണത്തിന് വ്യക്തം, ഇപ്പോൾ ഈ ഇവിടെ തന്നെ നല്ല ഉദാഹരണം നോക്കാം നമുക്ക്. ഇതുപോലെ റക്കബത്ത് ശരിക്കും എന്താണ്, പിരടി എന്നാണ്. പിരടി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്, അടിമേനാണ്, അടിമയെ മോചിപ്പിക്കൽ പോലെ. എന്താണ് എങ്ങനെയുള്ള അടിമയാണ്, കുയ്യത്ത് ബിൽ ഈമാന് കൊണ്ട് ഷർത്ത് വെക്കപ്പെട്ട ഫി ബാദിൽ മവാദി, ചില സ്ഥലങ്ങളിൽ, അതായത് ചില സ്ഥലങ്ങളിൽ അടിമയെ മോചിപ്പിക്കൽ കഫാറത്തായിട്ട് പറയുന്നുണ്ട്. അവിടെ മുഅ്മിനത്തായ അടിമപ്പെണ്ണാണെന്ന് പറഞ്ഞു ഈമാൻ കൈത് പറയുന്നുണ്ട്. ഇതുപോലെ കമാഫി കഫാറത്തിൽ കത്തിലി, കൊലയുടെ കഫാറത്തിൽ പ്രായച്ചിത്തത്തിലുള്ളതുപോലെ അവിടെ പറഞ്ഞിട്ടില്ലേ, എന്താണ് എവിടെ കിട്ടുന്നില്ല, ആയത്ത് കിട്ടുന്നില്ല. അവമാക്കാലിലെ മുഅ്മിൻ അയ്യക്കത്തിലെ മുഅ്മിൻ ഇല്ല ഖത്താ വമൻ ഖത്തല മുഅ്മിന ഖത്താ ഫതഹറഖത മുഅ്മിനത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ പറയുന്നുണ്ട് ആ ഒരു അടിമപ്പെണ്ണ്. അപ്പോൾ എന്താണ് സംഗതി, ഇവിടെ ഇപ്പോൾ നമ്മൾ ഈമാനേ പറയുന്നുള്ളൂ, അതായത് മുഅ്മിനത്തായിരിക്കണം എന്ന ഷർത്ത് അവിടെ പറയുന്നുണ്ട് ആ വിഷയത്തിൽ. അല്ലെങ്കിൽ എന്താണ് ഉത്തിലിക്കത്ത്, അല്ലെങ്കിൽ എന്താ ഈ മുത്തലക്കാക്കപ്പെട്ടു, കൈതൊന്നും പറഞ്ഞിട്ടില്ല. ഫി ബാദിൽ മവാദി, മറ്റു ചില സ്ഥലങ്ങളിൽ, ഏതുപോലെ കമാഫി കഫാറത്തിൽ ലിഹാറിൻ്റെ കഫാറത്തിലുള്ളതുപോലെ. ലിഹാറിൻ്റെ കഫാറെന്ന് വെച്ചാൽ ഭാര്യയും ഭർത്താവും ഇങ്ങനെ ജീവിക്കുന്ന ഇടക്ക് ഭർത്താവ് എന്ന് പറഞ്ഞു നീ എൻ്റെ ഉമ്മയെ പോലെയാണെന്ന് പറഞ്ഞാൽ അവിടെ എന്ത് വരും, ലിഹാർ വരും. നീ എൻ്റെ ഉമ്മയെ പോലെയാണെന്ന് പറഞ്ഞു സംഗതി എന്തായി, സംഭവം ശരിക്കും തലാക്കല്ല, പക്ഷെ അവിടെ തലാക്ക് ചെയ്യൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ ഒരടിമയെ മോചിപ്പിക്കണം, അതും അല്ലെങ്കിൽ 2 മാസം തുടർച്ചയായിട്ട് നോമ്പ് അനുഷ്ഠിക്കലൊക്കെയാണ് അവിടുത്തെ പ്രായശ്ചിത്തമായിട്ട് വരുന്നത്. അപ്പോൾ അടിമയെ എന്താണ് അവിടെ മോചിപ്പിക്കുമ്പോൾ അവിടെ ഈമാൻ കൊണ്ട് അവിടെ കയ്യിൽ വെച്ചിട്ടില്ല, അവിടെ അതാണ് ആ ഉത്തിലിക്കത്ത്, അവിടെ കയ്യിൽ വെച്ചിട്ടില്ല, മുത്തലക്കായിട്ട് വെറുതെ നിരുപാധികമാണ് പറഞ്ഞിട്ടുള്ളത്. ഫി ബാദിൽ മവാദ്, മറ്റു ചില സ്ഥലങ്ങളിൽ കാഫി കഫാറത്തിൽ ലിഹാറിൻ്റെ കഫാറത്തിലുള്ളതുപോലെ. അങ്ങനെ വരുമ്പോൾ ഫയുഹമലുൽ മുത്തലക്കു, ഈ മുത്തലക്കിനെ ചുമത്തപ്പെടും അലൽ മുഖയ്യിദിൻ്റെ മേലെ. എന്തിനു വേണ്ടി, ഇഹ്തിയാത്തുൻ, സൂക്ഷ്മത പുലർത്താൻ വേണ്ടി. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ശറഅ് നമ്മളോട് കൽപ്പിക്കുന്നത്, ഈ ഒരാളെ കൊന്നതിൻ്റെ പേരിലുള്ള കഫാറത്തിൽ അവിടെ അടിമയെ മോചിപ്പിക്കുമ്പോൾ അത് ഈമാനുള്ള അടിമയായിരിക്കണം, വിശ്വാസിയായിരിക്കണം.
എന്നാൽ ഈ ലിഹാറിൻ്റെ അവിടെ അങ്ങനെ പറയുന്നില്ല. അടിമയെ മോചിപ്പിക്കാൻ മാത്രമല്ല പറഞ്ഞിട്ടുള്ളൂ, വിശ്വാസി ആയിരിക്കണം എന്ന് പറഞ്ഞില്ല. അപ്പോൾ ലിഹാറിൻ്റെ അവിടെയുള്ള അടിമയെ മോചിപ്പിക്കുന്നത് അത് മുത്തലക്കം പറച്ചിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ കൊലയുടെ ഖത്ലിൻ്റെ കഫാറത്തിൽ മുക്കയ്യതായ, അതായത് ഈമാൻ ഉണ്ടാവണം എന്നുള്ള കൈത് കൊണ്ട് മുക്കയ്യത്തായിട്ടുള്ള ഒരു സിഹത്താണ് അവിടെ. എന്താണ് കഫാറത്ത് ശരിയാണെങ്കിൽ ഈമാനുള്ള, അതായത് മുഅ്മിനത്തായിട്ടുള്ള അടിമയെ തന്നെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞ്. ഇവിടെ അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെയും നിർബന്ധമാവും, അവിടുത്തെ ആ മുക്കയ്യത് ഇവിടെയും ബാധകമാണെന്ന്. എന്തിനു വേണ്ടിയാണ്? ഇഹ്തിയാത്ത്, സൂക്ഷ്മത വളർത്താൻ വേണ്ടി. അവിടെ എന്തായാലും മുഅ്മിനത്തായ അടിമപ്പെണ്ണിനെ ആകുമ്പോൾ എന്താണ് മോചിപ്പിക്കുകയാണെങ്കിൽ അവിടെ എന്തായാലും എന്തായി സംഗതി റെഡിയാവും, കഫാറത്ത് റെഡിയാവും. ഇവിടെ റെഡിയാവില്ല എന്നല്ല, പക്ഷേ അവിടത്തെയോട് എന്താക്കണം, ആ മുക്കയ്യതിനെ ഈ എന്താണ് മുത്തലക്കിൻ്റെ മേലെ എന്ത് ചെയ്യണം, ചുമത്തണം. അത് സൂക്ഷ്മത പുലർത്താൻ വേണ്ടി. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വയജൂസു അനുവദനീയമാണ് തഖ്സീസുൽ കിതാബ്, കിതാബിനെ ബിൽ കിതാബ്, കിതാബ് കൊണ്ട് തഖ്സീസാക്കുക, അത് അനുവദനീയമാണ്. നമ്മൾ പറഞ്ഞൊരു ആമായ സാധനമാണെങ്കിൽ അതിനെ തഖ്സീസാക്കും എന്ന് പറഞ്ഞായിരുന്നല്ലേ, അല്ല ആമിനെ തഖ്സീസ് നൽകുക. അപ്പം ഖുർആനുള്ള ഒരു കാര്യം, പൊതുവായിട്ടുള്ളൊരു സംഗതിക്ക് തഖ്സീസ് ചെയ്യും ഖുർആനുള്ള മറ്റൊരു ഭാഗം, അത് അനുവദനീയമാണ്. ഇതുപോലെ ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ ഖൗല് പോലെ വലാ തൻകിഹുൽ മുശ്രികാത്ത്, നിങ്ങൾ മുശ്രിക്കത്തുകളെ വിവാഹം കഴിക്കരുതെന്നാണ് വാഹിർമാന. പക്ഷേ ഇവിടെ മുശ്രിക്കത്തോട് ഉദ്ദേശിക്കുന്ന കാഫിര്യങ്ങൾ, മുത്തലക്കൻ കാഫിറാത്തുകളായ പെണ്ണുങ്ങളും തീരെ സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കുന്നത്. അപ്പം മുസ്ലിം അല്ലാത്ത ഒരാളും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വിവാഹം കഴിക്കാനാണ് പറ്റൂല എന്ന് അതിൽ മനസ്സിലാവും. പക്ഷേ ഹുസബി കൗലി, അത് തഖ്സീസാക്കപ്പെട്ടു. അല്ലാഹു തആലയുടെ കൗല് കൊണ്ട് അത് തഖ്സീസാക്കപ്പെട്ടു. ഏതാണ് അല്ലാഹുവിന്റെ കൗല് അവിടെ തഖ്സീസ് ചെയ്യുന്ന പോലെ? ഏതാണ്? വൽ മുഹ്സനാതു മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലിക്കും, വൽ മുഹ്സനാതു പതിവ്രതകളായ സ്ത്രീകൾ, മിനല്ലദീന ഊതുൽ കിതാബ കിതാബ് നൽകപ്പെട്ട ആളുകളിൽ നിന്നും, മിൻ ഖബ്ലിക്കും നിങ്ങളുടെ മുമ്പ്, അതായത് ഹില്ലുലക്കും അവർ നിങ്ങൾക്ക് ഹലാലാണ്. അവിടെ ഇങ്ങനെ അത്ഫ് ചെയ്തിട്ടാണ് പറയുന്നത്. അവിടെ ഇപ്പോൾ ഹലാലായ സ്ത്രീകളെ പറ്റി പറഞ്ഞവരാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ എന്ത് മനസ്സിലായി? എല്ലാ കാഫറായ മുശ്രിക്കത്തിന് മാനെന്താണ്? അവിടെ കാഫറാണ് ഉദ്ദേശിക്കുന്നത്, കാഫറത്തായ. അപ്പോൾ എല്ലാ കാഫറത്തുകളായ സ്ത്രീകളെയും വിവാഹം കഴിക്കാൻ പാടില്ല എന്നല്ല, മറിച്ച് ഈ ആയത്ത് തഖ്സീസ് ചെയ്യുന്നതുകൊണ്ട് ആ കാഫറത്തുകളായ പെണ്ണുങ്ങളിൽ നിന്നും എന്താണ് വേദക്കാരിയായ ഷർത്തുകളൊക്കെ ആളുകൾ വിവാഹം കഴിക്കാം. ഈ ആയത്ത് തഖ്സീസ് ചെയ്യുന്നുണ്ട്. ഇനി തഖ്സീസു കിതാബി ബിസ്സുന്ന, കിതാബിനെ തഖ്സീസ് ചെയ്യൽ ബിസ്സുന്ന, ഹദീസ് കൊണ്ട്, പരിശുദ്ധ ഹദീസ് കൊണ്ട് വിശുദ്ധ ഖുർആനെ തഖ്സീസ് ചെയ്യലും ജായിസാണ്. ഇതുപോലെയൊക്കെ തഖ്സീസ് ഖൗലി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൗലിനെ തഖ്സീസ് ചെയ്യപ്പെട്ട പോലെ എന്താണ്, യൂസികുമുല്ലാഹു ഫീ ഔലാദികും ലിദ്ദക്കരി മിസ്ലു ഹള്ളിൽ ഉൻസയൈൻ എന്ന് തുടങ്ങുന്ന ആയത്തുണ്ടല്ലോ, അനന്തരാവകാശ മസലകളെ പറ്റി ബയാൻ ചെയ്യുന്ന 3 ആയത്തുകളാണ്. അതിൽപ്പെട്ട ഒരു ആയത്താണത്. യൂസിക്കുമുള്ള നിങ്ങളോട് വസീത്ത് ചെയ്യുന്നു, ഔസിയത്ത് ചെയ്യുന്നു, ഫി ഔലാദികൾ നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ, ഇല്ല ആഖിരിന്റെ അവസാനം വരെ. എങ്ങനെയുള്ള ആയത്താണ്? ആ ഷാമിനെ ഉൾക്കൊള്ളിക്കുന്ന ലിൽ വലദിൽ കാഫിരി, കാഫറായ കുട്ടിക്കുണ്ട്, കാഫറായ കുട്ടിക്ക് അനന്തരാവകാശം കിട്ടുമെന്ന് ഉൾക്കൊള്ളിക്കുന്ന ആയത്താണത്. ബി ഹദീസ് സഹിഹൈനി. അപ്പം കാഫർന്ന് പ്രത്യേകം പറയുന്നില്ല, സംഗതി കാഫറായ കുട്ടീനെ ഉൾക്കൊള്ളിക്കുന്നുണ്ടല്ലോ. ഫി ഔലാദിക്കും എന്ന് പറഞ്ഞ്, അല്ല ഇല ആഖിരിഹി, അവസാനം വരെ. എങ്ങനെയുള്ള ഔലാദിക്കാണ് അവിടെ? ആ ഔലാദിന് സിഫത്തായിട്ട് ചെന്ന ഷാമിൽ ഉൾക്കൊള്ളിക്കുന്ന. വെറും ഔലാദ് എന്ന് പറഞ്ഞാൽ ആരെ ഉൾക്കൊള്ളിക്കില്ല? വലതിൽ കാഫിർ. ഒരു മുസ്ലിമായ ആൾക്കൊരു കാഫറായ മകനുണ്ടെങ്കിൽ അല്ലെങ്കിൽ മകളുണ്ടെങ്കിൽ അതിനെയും വലത് എന്ന് പറയുന്നതിൽ ഉൾപ്പെടുമല്ലോ, പ്രത്യേകിച്ചൊന്നും ഇല്ല. അപ്പം ആ ആയത്തിലുള്ള ഈ ഔലാദിക്കും എന്നതിനെ തഖ്സീസ് ചെയ്യപ്പെടുന്നുണ്ട്. എന്തുകൊണ്ട്? ബി ഹദീസ് സഹീഹൈനി, ബുഖാരി മുസ്ലിംമാർ നിവേദനം ചെയ്യുന്ന ഹദീസ് കൊണ്ട്. എന്താണ് ഹദീസ്? ലാ യരിസുൽ മുസ്ലിമുൽ കാഫിറ വലൽ കാഫിറുൽ മുസ്ലിമ, ഒരു മുസ്ലിം കാഫറിന്റെ അനന്തരം എടുക്കൂല, കാഫർ മുസ്ലിമിന്റെ അനന്തരം എടുക്കില്ല. വാപ്പയോ മകനോ അല്ല മകളോ ഉമ്മയോ എന്തോ ആട്ടെ, കാഫർ മുസ്ലിമാണ്, മുസ്ലിം കാഫറിനെ എടുക്കില്ല, കാഫർ മുസ്ലിമിന്റെ അനന്തരം എടുക്കുകയില്ല എന്നാണ് ഹദീസ്. അപ്പോൾ എന്താണ്? മക്കൾ കാഫറാണെങ്കിൽ കിട്ടുകയില്ല എന്ന് അവിടെ എന്തായി തഖ്സീസ് ആക്കിയല്ലോ. അതുപോലെ അത് അനുവദനീയമാണ്. പിന്നെ തഖ്സീസ് സുന്നത്തി ബിൽ കിതാബി, ഇനി നേരെ തിരിച്ച് സുന്നത്തിന്റെ കിതാബ് കൊണ്ട് തഖ്സീസാക്കുക, അതും എന്താണ് അനുവദനീയമാണ്. ഇതുപോലെ തഖ്സീസി ഹദീസി സ്വഹീഹൈനി, ബുഖാരി മുസ്ലിമാണ് നിവേദനം ചെയ്യുന്ന ഹദീസിനെ തഖ്സീസാക്കുന്ന പോലെ. ഏതാണ് ഹദീസ്? ലാ യഖ്ബലുല്ലാഹു സലാത അഹദികും ഇദാ ഹദസ ഹത്താ യതവല്ലഹ്, ലാ യഖ്ബലു, അല്ലാഹു സ്വീകരിക്കുകയില്ല സലാത അഹദികും, നിങ്ങളുടെ ഒരാളെ നിസ്കാരത്തെ സ്വീകരിക്കുകയില്ല. ഇദാ ഹദസ, അവൻ അശുദ്ധിയുള്ളവനായാൽ, ചെറിയ അശുദ്ധിയുള്ളവനായാൽ, ഏതുവരെ ഹത്തായത്തവല്ല, അവൻ ഉളു എടുക്കുന്നതാണ്. അപ്പോൾ ഉളു എടുക്കാൻ നിസ്കാരം ശരിയാവില്ല എന്ന് മനസ്സിലായതിന്. പക്ഷേ അത് തഖ്സീസ് ചെയ്യപ്പെടുന്നുണ്ട്. ബി ഖൗലിഹി തആല, അല്ലാഹു തആലയുടെ ഖൗല് കൊണ്ട്. എന്താണ്? വഇൻ കുൻതും മർളാ എന്നിട്ട് ഇലാ കൗലിഹി, അതിൻ്റെ അവസ്ഥ ഇലാ കൗലിഹി ഫലം തീതുമാ ഫതയമ്മമു എന്ന കൗല് വരെ. അപ്പം ഇങ്ങനെ പറയണം, വൈൻ കുന്തും മറന്ന, നിങ്ങൾ എന്താണ് രോഗികളാണെങ്കിൽ, വൈൻ കുന്തും മറന്ന ഓല സഫരി, ഇങ്ങനെ പറഞ്ഞ് അവസാനം ഫലം തജിദൂമാ, എന്നിട്ട് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടിയില്ല? വെള്ളം കിട്ടിയില്ല. യാത്രയിലൊക്കെ ആയിരുന്നു, വെള്ളം കിട്ടിയില്ലെങ്കിൽ ഫതയമ്മമു, നിങ്ങൾ തയമ്മു ചെയ്തോളാനാണ്.
അപ്പം വുളു മാത്രമേ ഉള്ളൂ നിസ്കാരത്തിൽ എന്താണ് ഒരാൾക്ക് വുളു നഷ്ടപ്പെട്ടാൽ പിന്നെ വുളു ചെയ്യലേ നിസ്കാരം ശരിയാകാൻ പറ്റുള്ളൂ എന്നാണ് ആദ്യത്തെ ഹദീസിൽ നിന്ന് കിട്ടുന്നത്. പക്ഷേ ഈ ആയത്ത് തന്നെ തഖ്സീസ് ചെയ്യുമെന്ന് മനസ്സിലായി. വുളു ചെയ്യാൻ വെള്ളം കിട്ടാവുന്നാൽ എന്ത് ചെയ്യാം, തയമ്മും ചെയ്ത് നിസ്കരിക്കണമെന്ന് കിട്ടി അല്ലേ. അപ്പം ഇൻ വറദത്തി സുന്നത്തു, ഇനി സുന്നത്ത് വന്നിട്ടുണ്ടെങ്കിലും ശരി, തയമ്മു കൊണ്ടായാലും വീണ്ടും ഹദീസ് തന്നെ പറയുന്നുണ്ട്. വേറെ ഹദീസ് ഉണ്ട്, എന്ത് തയമ്മു കൊണ്ട് ഒന്നും ചെയ്തോളാൻ പറയുന്ന ഹദീസുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം അങ്ങനെ ഹദീസ് സുന്നത്ത് എന്ന് വെച്ചാൽ ഹദീസ് വന്നിട്ടുണ്ടെങ്കിൽ ശരി, പക്ഷേ അത് അതും വന്നിട്ടുണ്ടെങ്കിൽ ശരി, പക്ഷെ അത് എപ്പോഴാണ് ബാദ നുസൂലിൽ ആയത്ത്, ഈ ആയത്ത് ഇറങ്ങിയതിന് ശേഷമാണ്. അപ്പം ഫസ്റ്റ് ഈ ഹദീസ് ഏത് ഹദീസ്, ലാ യഖ്ബലുല്ലാഹു സ്വലാത അഹദികും ഇദാ ഹദസ ഹത്താ യതവല്ല എന്ന ഹദീസിനെ ആദ്യം തഖ്സീസ് ചെയ്ത് ഏതാണ്, ആ ആയത്താണ്, വൈൻകും എന്നുള്ള ആയത്താണ്. അതിന് ശേഷമാണ് നബി തങ്ങളെ തയമ്മുവിനെ സംബന്ധിച്ചുള്ള ഹദീസൊക്കെ പറഞ്ഞത്. അപ്പോൾ ഈ ആയത്തിന് ഈ ഹദീസിന് ഡയറക്റ്റ് തഖ്സീസ് ചെയ്ത ആരാണ്, ആയത്താണ് അല്ലേ. അപ്പോൾ ഹദീസിന് ആയത്തും തഖ്സീസ് ചെയ്യുന്നത് ജായിസാണ്. ഇനി തഖ്സീസ് സുന്നത്ത് ബി സുന്ന, സുന്നത്തിൻ്റെ സുന്നത്ത് കൊണ്ട് തഖ്സീസ് ചെയ്യലും അതും ജായിസാണ്. അത് ഏതുപോലെയാണ് തഖ്സീസ് ഹദീസ് സഹിഹൈനി, അതിൻ്റെ ഉദാഹരണം ബുഖാരി മുസ്ലിം നിവേദനം ചെയ്ത ഹദീസ്, അതിനെ തഖ്സീസ് ചെയ്യപ്പെട്ട പോലെയാണ്. എന്താണ്, ഫീമ സഖത്തി സമാഉ ഉഷ്റു, ഫീമ ഒന്നിൽ നിർബന്ധമാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഫീമ ഒന്നിൽ നിർബന്ധമാണ്, സഖത്ത് കുടിപ്പിച്ചിരിക്കുന്നു, ആ ഒന്നിനെ കുടിപ്പിച്ചു, സഖത്ത് ഹൂ എന്നാണ് ഉണ്ടാവുക ശരിക്കും. അതിനെ കുടിപ്പിച്ചിരിക്കുന്ന അസ്തമാവ്, ആകാശം എന്ന് വെച്ചാൽ മഴ. അതായത് എന്താണ്, നമ്മൾ ജലസേചനം ഒന്നും ചെയ്യാതെ സ്വന്തമായിട്ട് ജലസേചനം, മഴ പരീക്ഷിച്ച് കാരണം നടത്ത കൃഷി ഉണ്ടാവില്ല, ജലസേചനത്തിന് പ്രത്യേകിച്ച് ചിലവൊന്നും ഇല്ലാത്ത കൃഷി, ആ കൃഷിയിൽ നിർബന്ധമാണ് അൽ ഇഷ്റു, എന്ത് 10 നിർബന്ധമാണെന്നാണ് ഹദീസിലുള്ളത്. അപ്പോൾ 10 എത്ര, എന്താണ്, ഒരു 10 കിലോ നെല്ല് കിട്ടിയാലും അതിൻ്റെ 10 എന്ന് വെച്ചാൽ 1 കിലോ നെല്ല് സക്കാത്തായിട്ട് കൊടുക്കണം എന്നാണ് ഈ ഹദീസ് മനസ്സിലാവും. പക്ഷെ അതിന് തഖ്സീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട്, ബി ഹദീസിഹിമ എന്ന് വെച്ചാൽ ബുഖാരി മുസ്ലിം ഇമാമാർ തന്നെ നിവേദനം ചെയ്യുന്ന ഹദീസ് കൊണ്ട് ചെയ്തിട്ടുണ്ട്, തഖ്സീസ് ചെയ്യപ്പെടുന്നത്. എന്താണ്, ലൈസ ഫീമ ദൂന ഹംസത്തി ഔസുഖിൻ സദഖ, ലൈസ ഇല്ല ഫീമ ഒരളവിൽ, ദൂന ഹംസത്തി ഔസുഖ് 5 അളവിനൊക്കെ 5 ഔസുഖ് 5 വസക്കിനേക്കാൾ താഴെയുള്ളതിൽ, 5 വസക്കിനേക്കാൾ താഴെയുള്ളതിൽ എന്തില്ല, സദഖ ഇല്ല എന്ന്, സക്കാത്ത് കൊടുക്കേണ്ടതില്ല എന്ന്. അപ്പോൾ 5 ഔസുഖ് എത്തിയാൽ മാത്രം കൊടുത്താൽ മതി സക്കാത്ത്. അപ്പം 10 കിലോ ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് വേണ്ട, അതിൻ്റെ 10 1 കിലോ എന്ത് കൊടുക്കണം, സക്കാത്ത് കൊടുക്കണ്ട. അപ്പോൾ മറ്റേ ആദ്യത്തെ ഹദീസിന് ഈ ഹദീസ് എന്ത് ചെയ്തിട്ടുണ്ട്, തഖ്സീസ് ചെയ്തിട്ടുണ്ട്. ഇനി തഖ്സീസ് നുത്ഖ് ബിൽ ഖിയാസി, നുത്ഖ് എന്ന് വെച്ചാൽ പറയുന്നുണ്ട്, വനഅനി ബിൻ നുത്ഖി, നുത്ഖ് കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് ഖൗലുല്ലാഹി തആല അല്ല ഖൗല അല്ലാഹി തആല വ ഖൗല റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ ഖൗലും അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഖൗലുമാണ് ഈ നുത്ഖ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ നുത്ഖിനെ തഖ്സീസ് ചെയ്യപ്പെടാം, അതും ജായിസാണ്. എന്തുകൊണ്ട്, ബിൽ ഖിയാസ് കൊണ്ട് നുത്ഖിനെയും തഖ്സീസ് ചെയ്യപ്പെടും. അതിൻ്റെ കാരണമില്ല, എന്നൽ ഖിയാസ്, കാരണം ഖിയാസ് എന്ന് വെച്ചാൽ ഒന്നിൻ്റെ ഹുക്കുമിനെ മറ്റേതിനോട് തുല്യം ചെയ്യുക അല്ലേ, അതിന് ഇതിനോട് തശ്ബീഹാക്കിയിട്ട് അതിൻ്റെ ആ ഒരു ഹുക്കുമ മറ്റേതിനോട് കൊടുക്കലാണല്ലോ ഖിയാസ്. അതിൻ്റെ കാരണം ചെയ്യാനുള്ള ഖിയാസ് എന്നുള്ളത് യുസ്തനതു, അത് എന്താണ്, ഇസ്തിനാദ് ചെയ്യപ്പെടും, അവലംബിക്കപ്പെടും. ഈ ഏതിലേക്ക്, ഇലാ നസ്സിമിൻ കിതാബില്ലാഹി, അള്ളാഹുവിൻ്റെ കിതാബ് എന്നുള്ള നസ്സിലേക്കും, ഔ സുന്നത്തിൻ, അല്ലെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയിൽ നിന്നൊരു സുന്നത്തിലേക്കും, ഒരു നബിചര്യയിലേക്ക് എന്താകൂ, നബിയുടെ ഹദീസിലേക്കും എന്താകുന്നുണ്ട്, അത് ഇസ്തിനാദാവുന്നുണ്ട്, അവലംബിക്കുന്നുണ്ട്. അതായത് അതിൻ്റെ അടിസ്ഥാനം ഖിയാസ് അംഗീകൃതമാണെന്നതിനുള്ള അടിസ്ഥാനം ഏതിലുണ്ട്, വിശുദ്ധ ഖുർആനിലുണ്ട്, പരിശുദ്ധ ഹദീസിലുണ്ട്. അപ്പോൾ അത് ഏതുപോലെ ആയിട്ടുണ്ട്, അന്നഹു, അപ്പോൾ ഈ ഖിയാസ് ആയതുപോലെയുണ്ട്. അൽ മുഹിസ്, അത് തന്നെ എന്താണ്, തഖ്സീസ് ചെയ്യുന്ന മുഹസ്സിസ് ആയതുപോലെ ഉണ്ട്, തഖ്സീസ് ചെയ്യുന്ന സാധനം ആയതുപോലെ ഉണ്ട്. സംഗതി ഖിയാസിന്റെ അവലംബം അതാണ് വിശുദ്ധ ഖുർആനും പരിശുദ്ധ ഹദീസാണ്. അപ്പോഴും അതായതുപോലെ ഉണ്ട്, മുഹസ്സിസ് ആയതുപോലെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഖിയാസിന് എന്ത് ചെയ്യുക, ഖിയാസിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇതിന് അള്ളാഹുവിൻ്റെ കൗലിനെയും റസൂലിൻ്റെ കൗലിനെയൊക്കെ എന്ത് ചെയ്യാം, തഖ്സീസ് ചെയ്യാൻ കഴിയും. ഇനി വേറൊരു വിഷയം പറയണം, വൽ മുജവല്, മൊത്തത്തിൽ പറഞ്ഞ ഖുർആനും വ്യക്തമാക്കി പറയാതെ മൊത്തത്തിൽ പറയും ചില കാര്യങ്ങളെ, മുഫസ്സലായിട്ട് പറയില്ല, മുജ്മലായിട്ട് മൊത്തത്തിലായിട്ട് പറയും. അതെന്ന് വെച്ചാൽ ഒന്നാണ് യഫ്തഖിറു, ആവശ്യമാകുന്ന ഒന്നാണ്, ഏതിലേക്കും ബയാനി, വിശദീകരണം ഇല്ലാതെ അതിനെപ്പറ്റി നമുക്ക് വ്യക്തമായിട്ട് ഫസലായിട്ട് ശരിയായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല, അവ്യക്തത ഉണ്ടാവും. അപ്പോൾ ഒരു ബയാനിലേക്ക്, ഒരു വിശദീകരണത്തിലേക്ക് ആവശ്യമാകുന്ന ഒന്നിനാണെന്ന് പറയാം മുജ്മൽ എന്ന് പറയും. ഇതുപോലെ നെഹു സലാസത്ത് ഖുറൂ എന്ന് വിശുദ്ധ ഖുർആനിലെ പ്രയോഗമുണ്ട്, 3 ഖുറൂ എന്ന്. അപ്പം ഫൈനഹു, ഈ ഒരു പ്രയോഗം യഹ്തമിന് സാധ്യതയുള്ളതാണ്, അൽ അത്ഹാറ, ശുദ്ധികൾക്ക് സാധ്യതയുണ്ട്, 3 തുഹറുകൾക്ക് ആവാൻ സാധ്യതയുണ്ട്, വൽ ഹൈല, 3 ഹൈദുകൾക്ക് ആവാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കാരണം ഇസ്തിറാഖിൽ ഈ ഖുർആൻ എന്ന പദം എന്താണ്, അത് കൂറായത് കാരണത്താൽ, ബൈനൽ ഹൈദ് തുഹരി, ഹൈദിൻ്റെ തുഹറിനിടയിൽ. അപ്പോൾ ഹൈദിനെ സംബന്ധിച്ചും ഖുർആൻ എന്ന് പറയും, തുഹറിനെ സംബന്ധിച്ചും ഖുർആൻ എന്ന് പറയും.
അപ്പോൾ ഇതിലേതാണ് ആ ഖുർആൻ സംഭവം തുഹറാണ്. അപ്പോൾ ഈ തുഹറാണോ ആർത്തവകാലത്തുണ്ടാവുന്ന സ്ത്രീകൾക്ക് ഉള്ള ഹൈലാണോ, ഈ ഹൈല് കാലയളവിന് ഇടയിലുണ്ടാവുന്ന തുഹറാണോ എന്ന് അവിടെ വ്യക്തമാകുന്നില്ല. അപ്പോൾ അത് എന്തുണ്ട്, ഒരു ബയാനിലേക്ക് ആവശ്യം വരും. അപ്പോൾ അതാണ് മുജ്മലായിട്ട് പറയുക. ഇനി വൽ ബയാൻ, അപ്പോൾ ബയാനിലേക്ക് ആവശ്യമാവെന്ന് പറഞ്ഞു. ഇനി എന്താ ബയാൻ എന്ന് പറയാം. വൽ ബയാൻ എന്ന് വെച്ചാൽ ഇഹ്റാജ് ഒരു സാധനത്തിനെ പുറപ്പെടുവിക്കലാണ് മീൻ ഹൈസിൽ ഇഷ്കാൽ, സംശയത്തിൻ്റെ സ്ഥാനത്ത് നിന്നും. ഹൈസ് സ്ഥാനം, സംശയത്തിൻ്റെ സ്ഥാനത്ത് നിന്നും ഒരു സംഗതിയെ പുറപ്പെടുവിക്കലാണ് ഇതിലേക്ക് ഇല ഹൈസ് തജല്ലി, വെളിവാവുന്നതിൻ്റെ സ്ഥലത്തിലേക്ക്. അതായത് സംശയം ഇല്ലാത്തൊരു ഒന്നിലേക്ക് അതിലേക്ക് പുറപ്പെടുവിക്കലാണ്. അതാണ് ബയാൻ, വിശദീകരിക്കുക എന്നുള്ളത്. അതിൽ അതായത് വ്യക്തതയിലേക്ക്, വ്യക്തമാക്കുന്നതിലേക്ക്. മുബയ്യിനു, അപ്പോൾ ബയാനെ പറ്റി പറഞ്ഞു. അപ്പോൾ ഈ ബയാൻ നൽകുന്ന സാധനം എന്താണെന്ന്. വൽ മുബയ്യിനു, മുബയ്യിൻ എന്ന് വെച്ചാൽ എന്തായിരിക്കും, ഹുവ നസ്സു, അത് വിശുദ്ധ ഖുർആനും പരിശുദ്ധ ഹദീസും ആയിരിക്കും എല്ലാ സാധനത്തിനും ബയാൻ ചെയ്യുന്നത്. ഇനി വൻ നസ്സു, അത് മുബയ്യിൻ എന്ന് വെച്ചാൽ നെസ്സാണെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ അത് ഷറഹിലാണുള്ളത് എങ്കിലും ആ മത്തിനൊപ്പിച്ച് ഷാരി ഇങ്ങനെ കൊടുത്താണ്. നെസ്സിനെ പറ്റി വെറുതെ നേരത്തെ ബന്ധമില്ലാതെ വേഗം പിടിച്ച് നെസ്സിനെ കൊണ്ടുവരുന്നത് ശരിയാവുമല്ലോ. അപ്പോൾ എന്ത് കൊടുത്ത് മുബയ്യിൻ എന്ന് വെച്ചാൽ അത് നെസ്സ് മാത്രമേ ആവുള്ളൂ, പരിശുദ്ധ ഖുർആനും പരിശുദ്ധ ഹദീസും വിശുദ്ധ ഖുർആനും ആവുള്ളൂ എന്ന്. ഇനി വൻ നെസ്സു എന്ന് വെച്ചാൽ എന്താണ്, അത് മാലായഹത്തമിലു, സാധ്യത ഇല്ലാത്തതാണ്. ഏതിന്, ഇല്ല മാനം വാഹിദ, ഒരൊറ്റ അർത്ഥത്തിനല്ലാതെ സാധ്യത ഇല്ലാത്തതിനാണ് എന്താ പറയുക, നെസ്സ് എന്ന് പറയുന്നത്. ഇത് വിശുദ്ധ ഖുർആനും പരിശുദ്ധ ഹദീസ് മാത്രമല്ല, നെസ്സായിട്ട് പറയും. ഷാഫിമാൻ നെസ്സായിട്ട് പറയാന്ന് വെച്ചാൽ ഷാഫിമാനെ കദീമും ജദീദും പൊതുവേ ഇല്ലാത്തതിനാണ് എന്താ പറയുക, നെസ് എന്ന് പറയാം. അപ്പോൾ അങ്ങനെ നെസ് എന്ന് വെച്ച സംഗതി ഇവിടെ ഇപ്പം നെസ് ഉദ്ദേശിക്കുന്ന വിശുദ്ധ ഖുർആൻ പരിശുദ്ധ ഹദീസും അല്ലാതെ ഒന്നുമില്ല. ഇവിടെ ഉദ്ദേശിക്കുന്ന ഇതാണ് മാലായതമിലും ഇല്ലാമാനം വായുത, ഒരൊറ്റ അർത്ഥത്തിനല്ലാതെ സാധ്യത ഇല്ലാത്തതിനാണ് അറിയാം. ഇതുപോലെ ഇവിടെ എന്താ വായിക്കുക, സൈദൻ എന്ന പദപ്രയോഗം പോലെ, സൈദൻ എന്ന പദം പോലെ. ഫീ നഹ്വി റഅയ്തു സൈദ, റഅയ്തു സൈദ എന്ന് പറയുമ്പോൾ അവിടെ സൈദ് എന്നുള്ള പദപ്രയോഗം ഇല്ലേ, അതെന്താണ്, അത് നെസ്സാണ്. കാരണം റഅയ്തു ഞാൻ കണ്ടു, സൈദിനെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പോൾ സൈദിനാണ് അമ്രനാണ് സംശയം ആവശ്യമുണ്ടാ ഇല്ല. അപ്പോൾ അതെന്താണ്, നെസ്സിന് ഉദാഹരണമാണ്. വഖീല, ഈ നെസ്സിനെ പറ്റി മറ്റൊരു തരീഫ് എന്താണ് പറയപ്പെട്ടുള്ളത്, ഒന്നാണ് തഅ്വീലുഹു, അതിൻ്റെ വ്യാഖ്യാനം, തൻസീലുഹു, അതിൻ്റെ ഇറങ്ങലാണ്, അതായത് വിശുദ്ധ ഖുർആൻ്റെ ഇറങ്ങലാണ്. അപ്പോൾ ആ ഒരൊറ്റ ഇറക്കലോടുകൂടി തന്നെ എന്താണ്, സംഗതി വ്യക്തമാണ്. അതാണ് ഇപ്പോൾ വിശുദ്ധ ഖുർആനിലെ ആയത്തിറക്കി, ആ ആയത്ത് തന്നെയാണ് അതിൻ്റെ തഅ്വീൽ, പിന്നെ വേറൊരു തഅ്വീലിൻ്റെ ആവശ്യമില്ല. അതാണ് നെസ്സ് എന്ന് ഒരു അഭിപ്രായമുണ്ട്. പിന്നെ ഇതുപോലെ ഫസ്വയ്യാമു സലാസ്തി അയ്യാം, അപ്പോൾ 3 ദിവസം നോമ്പ് എന്ന് പറഞ്ഞു, പിന്നെ വേറെ ആവശ്യമില്ല. ഫൈനഹു ബി മുജറദിമായി യുനസ്, എന്താണ് യൻസിലു, അപ്പോൾ ഈ ഇറങ്ങി അവതീർണമായ ഈ ഫസിയാമു സലാസ്തി അയ്യാം എന്ന ആ പദപ്രയോഗം കൊണ്ട് തന്നെ ഫൈനഹു, അപ്പോൾ നിശ്ചയം കാര്യം എന്താണ്, ബി മുജറദിമായി യൻസിലു, ഈ ഇറങ്ങിയ ഒന്നുകൊണ്ട് തന്നെ, മജറദ് മാത്രം, ഈ ഇറങ്ങിയ ഒന്നുകൊണ്ട് മാത്രം തന്നെ എന്താണ്, യുഫവും മനസ്സിലാക്കപ്പെടും, മാനാഹു, ഈ സിയാമു സലാസ്തി അയ്യാം എന്നതിൻ്റെ മാന മനസ്സിലാക്കപ്പെടും. അപ്പോൾ അതാണ് നെസ്സ് എന്ന് ഈ കീലക്കാർ പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ബഹുവ, ഈ നെസ്സ് എന്നുള്ള പദം അത് മുസ്തഖുൻ, അത് പിടിച്ചെടുക്കപ്പെട്ടതാണ്, നിഷ്പന്നമായതാണ്. എന്തിൽ നിന്നും, മിൻസത്ത് എന്നതിൽ നിന്നും. ബഹു അതെന്താ മിൻസത്ത് വെച്ചാൽ മിൻസത്തുൽ അറൂസ്, ഈ വധൂവരന്മാർ ഇരിക്കുന്ന ഇതാണ്, അല്ല വരനിരിക്കുന്നതാണ്, വരനിരിക്കുന്ന ഒരു ആട്ട് കസേരയാണ്, ആട്ട് കസേര. വഹുവൽ കുർസി, അതെന്താണ്, ഒരു കസേരയാണ്, വരനിരിക്കുന്ന. അപ്പോൾ കയറൊക്കെ ഉണ്ടാവും. ലിർത്തിഫായി, അത് ഉയരുന്നത് കാരണത്താൽ അലാ വൈരി, വേറൊരാളുടെ മേൽ, ഫി ഫഹമി, വേറൊരാളുടെ മേൽ ഉയരും. അതായത് ഈ വിവാഹസുദിനത്തിൽ ഈ വരനിരിക്കുന്നത് വെച്ചാൽ വരനെ ആൾക്കാർ കാണാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കും. അതിങ്ങനെ പൊങ്ങുമ്പോൾ എന്താണ്, അപ്പുറത്തെ അടുത്തുള്ള ആളുകളെക്കാളിലൊക്കെ മേലല്ലേ, ഊഞ്ഞാൽ ഇങ്ങനെ പൊങ്ങി പോകില്ലേ. അപ്പോൾ അങ്ങനെ ഉയരുന്ന കാരണത്താൽ എന്താണ്, ഉയരുന്ന കാരണത്താൽ അല്ല, അപ്പം അങ്ങനെ ആസാനം ഉയരും. അപ്പം അതിനെന്ത് പറയും, മിൻസത്തിൽ അറൂസ് എന്ന് പറയാം. അതിന് പേരിടുന്ന കാരണത്തല്ല, എന്തായാലും അതിന് മിൻസത്തിൽ അറൂസ് എന്ന് പറയും. എന്താണ്, പുയ്യാപ്പിള തൊട്ടി എന്നൊക്കെ നമുക്ക് പറയാം. പുയ്യാപ്പിള തൊട്ടി നമ്മുടെ ഇവിടുത്തെ ഭാഷയിൽ പറയാം അല്ലേ, മലബാർ ഭാഷയിൽ. എന്തായാലും ഈ നെസ്സിന് നെസ് എന്ന് പേരിടാൻ കാരണം ലിർത്തിഫായി, അത് ഉയർന്ന കാരണത്താൽ അലാ വൈരി, മറ്റൊന്നിൻ്റെ മേൽ, ഫി ഫഹമി മാനഹു, അതിൻ്റെ അർത്ഥത്തെ മനസ്സിലാക്കുന്ന വിഷയത്തിൽ, ഗ്രഹിക്കുന്ന വിഷയത്തിൽ, മിൻ ഗൈരി തവഖുഫിൻ, മറ്റൊന്നിനെയൊന്നും ആശ്രയിക്കലും കൂടാതെ, ഒരാശ്രയിക്കലും കൂടാതെ. അപ്പോൾ വേറൊന്നിൻ്റെ ആശ്രയമില്ലാതെ അതാണെന്ന് വളരെ സുവിധം വ്യക്തമാകും, അല്ലെ, സുതരാം ഗ്രാഹ്യമാവുന്നത് കൊണ്ടാണ് ഇതെന്ന് പറയുന്നത്. മറ്റേടെന്താണ്, ഈ വരനാണ് ഇത് എന്ന് എല്ലാവരുടെ മേലും തെളിയും, അല്ലെ. വരൻ ഇങ്ങനെ ആട്ടുകട്ടിൽ ഇങ്ങനെ, അല്ല കസേര അല്ലെങ്കിൽ ആ ഊഞ്ഞാലിങ്ങനെ ആടി മേലോട്ടെത്തുമ്പോൾ ഇതാണ് വരന്ന് മനസ്സിലാവും. അതുപോലെ തന്നെയാണ് നെസ്സ്. അങ്ങനെ മിൻസത്ത് അറൂസ്, മിൻസത്താണോ അറിയില്ല. എന്തായാലും മിഫ്അലത്ത് വസ്ന എന്താണ്, മിൻസത്ത് തന്നെയാണ്. മിനസ്സത്ത് കേട്ടോ, മിഫ്അലത്ത് വസ്നാകുമ്പോൾ മിനസ്സത്താണ്.
അപ്പം മിനസ്സത്തിൽ അറൂസ് തന്നെ വായിക്കേണ്ടത്. അപ്പോൾ ആ മിനസത്തുൽ അറൂസ് എന്ന പദത്തിൽ നിന്നാണ് ഇതിനെന്താക്കിയ നെസ് എന്നുള്ള സംഗതി പദം വന്നത്. ഇനി വല്ലാഹിറു, ലാഹിർ എന്ന് വെച്ചാൽ എന്താണെന്ന്, അത് മഹ്തമല അംറൈൻ, രണ്ട് കാര്യങ്ങൾക്ക് സാധ്യത ഉള്ളതിനാണ് എന്താ പറയുക ലാഹിർ എന്ന് പറയാം. അഹദുമ, ആ രണ്ടെണ്ണത്തിൽ ഒന്നെന്താണ് അൽഹറാണ്. അപ്പം ലാഹിർ, അപ്പോൾ ഇതിൻ്റെ അൽഹറാണ്. പിന്നെ ലാഹിർ മറ്റേനേക്കാൾ അൽഹറായിരിക്കും. അങ്ങനെയുള്ള രണ്ടെണ്ണത്തിന് സാധ്യതയുള്ളതിനാണ് എന്താ പറയുക ലാഹിർ എന്ന് പറയാം. ഇതുപോലെ കൽ അസദി ഫി റഅയ്തുൽ യൗമ അസദ, റഅയ്തുൽ യൗമ അസദ എന്നുള്ള പ്രയോഗത്തിലുള്ള അസദ് പോലെ റഅയ്തു ഞാൻ കണ്ടു, അൽ യൗമ ഇന്നേ ദിവസം അസദ ഒരു സിംഹത്തെ കണ്ടു എന്നാണ്. അപ്പോൾ ഇന്നു ലാഹിർ, അത് ലാഹിറാണ്, വെളിവാണ്. പിന്നെ ഹയവാനിൽ മുഫ്തരിച്ച്, ഒരു പിടിമൃഗത്തിൻ്റെ മേൽ. അങ്ങനെ സിംഹം എന്ന് പറയുന്നത് നമുക്ക് ഏക ഓടി വരുന്ന ഈ സിംഹത്തിന് അറബികൾ പ്രയോഗിക്കുന്ന പോലെ നമ്മളങ്ങനെ അസദ് എന്ന് അവർ പറയുന്ന നമ്മളെന്ത് പറയില്ല, സിംഹം എന്ന് പറയില്ല, നമ്മളെന്താ പറയുക പുലിക്കുട്ടി എന്നൊക്കെ പറയാം. ധീരനെ പറ്റി അവനൊരു പുലിക്കുട്ടിയാന്ന് നമ്മൾ മലയാളികൾ പറയാറുണ്ടല്ലേ. അപ്പോൾ അസദിൻ്റെ സ്ഥാനത്ത് നമുക്ക് എന്ത് വെച്ചെടുക്കാം, പുലീനെ വെച്ചെടുക്കാം, കാരണം നമ്മുടെ പ്രയോഗം അങ്ങനെയാണല്ലോ. എന്തായാലും ഫൈനഹു ലാഹിറു, പുലിക്കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, ഫിൽ ഹയാനും മുഫ്തരി, ഒരു പിടിമൃഗത്തിലാണ് ലാഹിറാവുന്നത്. അല്ലേ അന്നൽ മാനല്ല ഹഫീഫി, കാരണം അതിൻ്റെ ഹഫീഫിയായ അവ്യക്തമായ കുറച്ച് ലഘുവായിട്ടുള്ള അവ്യക്തമായിട്ടുള്ള മാന എന്നുള്ളത് അത് മുഹത്തമിന് സാധ്യതയുള്ളതാണ്. എന്തിനും ഇല്ല റജുലി ഷുജായി, ധീരനായ ഒരു മനുഷ്യനെ സംബന്ധിച്ച് എന്ത് പറയാം, നമ്മുടെ മലയാളത്തിലാണെങ്കിൽ പുലിക്കുട്ടി എന്ന് പറയാമല്ലോ. അപ്പോൾ അതിലഹു ഏതിൻ്റെ സ്ഥാനത്ത്, ശരിക്കുള്ള പുലിയുടെ സ്ഥാനത്ത്. അതുപോലെ അറബിയിൽ ശരിക്കുള്ള അസദിൻ്റെ സ്ഥാനത്ത് ധീരനായ ഒരു മനുഷ്യനെ നിർത്താം. ഫൈൻ ഹമലൽ ലഫ്ളു അല്ല ഫൈൻ ഹുമിനൽ ലഫ്ളു, അപ്പോൾ അതിന് ആ ലഫ്ളിന് ചുമത്തപ്പെട്ടു. അലൽ മാനൽ ആഖർ, മറ്റൊരു മാനയുടെ മേലെ ചുമത്തപ്പെട്ടാൽ യുസമ്മ, അതിനെന്ത് പേര് പറയപ്പെടും, മുഅവ്വല എന്ന് പേര് പറയപ്പെടും. അല്ലെ തഅ്വീൽ ചെയ്യപ്പെട്ടത്, വ്യാഖ്യാനിക്കപ്പെടുന്നത് എന്ന അർത്ഥത്തിൽ മുഅവ്വൽ എന്ന് പേര് പറയപ്പെടും. മറ്റേ അർത്ഥത്തിന് മേലാണ് വൈനമ യുഅവ്വലു ബിദ്ദലീൽ, ഈ തഅ്വീൽ ചെയ്യപ്പെടുന്ന മറ്റൊരു മാനയുടെ മേലാകുമ്പോൾ ആ പദത്തെ തഅ്വീൽ ചെയ്യണമല്ലോ. വ്യാഖ്യാനിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്, ബിദ്ദലീൽ, ദലീൽ കൊണ്ട് മാത്രമാണ് വ്യാഖ്യാനിക്കപ്പെടാൻ പറ്റുള്ളൂ. കമാ കാല, പറയപ്പെട്ടതുപോലെ അല്ല മുസന്നിഫ് പറഞ്ഞ പോലെ എന്താണ്, ഔവലു ലാഹിറു, ഈ ലാഹിറായ പദം, ലാഹിറായ പദം വെച്ചെന്താണ് മഹ്തമല അംറൈനി, രണ്ട് കാര്യത്തിന് സാധ്യതയുള്ളതിനാണ് ലാഹിർ എന്ന് പറയാം. അപ്പോൾ ഈ ലാഹിറായ പദം വ്യാഖ്യാനിക്കപ്പെടും ബിദ്ദലീൽ, ദലീൽ കൊണ്ടാണ് വ്യാഖ്യാനിക്കപ്പെടുക. അതായത് മറ്റേ ആഹറിലേക്ക്, മാനൻ ആഹർ ഹഫിയായ മറ്റൊരു മാനയിലോട്ട് അതിനെ വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ എന്താണ്, ഒരു ദലീലോട് കൂടിയാണ് വ്യാഖ്യാനിക്കപ്പെടുക. വൈസമ്മ, അതിനെന്ത് പറയും, ലാഹിറൻ, ലാഹിർ എന്ന് പേര് പറയും. ലാഹിറൻ ബിദ്ദലീൽ, ദലീൽ കൊണ്ട് ലാഹിറാവുന്ന എന്നർത്ഥം ലാഹിറൻ ബിദ്ദലീൽ എന്ന് പേര് പറയുന്നത്. അതായത് കമായിസമ്മ മുഅവ്വല, മറ്റേന് ഈ അദ്ഹറിന് എന്ത് പറയും പറഞ്ഞാൽ മുഅവ്വൽ എന്ന് പറയില്ലേ, അതുപോലെ ഇതിനെന്ത് പറയും, മറ്റേന് ലാഹിറൻ ബിദ്ദലീൽ എന്ന് പറയും. ഇതിന് ടോട്ടൽ എന്ന് പറയും ലാഹിർ എന്ന് പറയും. രണ്ടെണ്ണത്തിന് സാധ്യതകളുണ്ട്. ഇതുപോലെ കമായി സമ്മ മുഅവ്വല, മുഅവ്വലിന് പേര് പറയപ്പെടുന്ന പോലെ. എന്തായാലും മിൻഹു അതിൽ പെട്ടതാണ്. അപ്പോൾ ഈ തഅ്വീൽ ചെയ്യപ്പെടുന്ന ആ മുഅവ്വലിൽ പെട്ടതാണ് ഖൗലു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൗൽ എന്താണ്, വസ്സമാ ബനൈനാഹ ബിഐദ്, വസ്സമാ ആകാശത്തെ ബനൈനാഹ നാം അതിനെ പടച്ചു, ബിഐദിൻ കരം കൊണ്ട് പടച്ചു എന്നാണ്. അപ്പോൾ അതിന് ലാഹിറു, ലാഹിർ എങ്ങനെയാണ്, ജമു യദ്, ആ ഐദ് എന്നതിൻ്റെ പദം എന്താണ്, അത് യദിൻ്റെ ജം ആണ് ഐദ് എന്നാണ് ലാഹിർ. എന്തായാലും പദാലിക മുഹാല, അത് അസംഭവ്യമാണ്. ഫി ഹക്കില്ലായിട്ടാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിലായിട്ട് അത് അസംഭവമാണ്. അള്ളാഹ്ക്ക് കൈ ഉണ്ടാവുമോ, അതെങ്ങനെയത്. അപ്പം ഫസുരിഫ, അപ്പോൾ ആ ഐദ് എന്ന പദത്തിന് തിരിക്കപ്പെട്ടു ഇതിലേക്ക് ഇലാ മാനൽ ഖുവ്വത്തി, ശക്തി എന്ന അർത്ഥത്തിലുള്ള ഖുവ്വത്ത് എന്ന അർത്ഥത്തിലേക്ക്, ശക്തി എന്ന അർത്ഥത്തിലേക്ക് അല്ലെങ്കിൽ ഖുവ്വത്ത് എന്ന അർത്ഥത്തിലേക്ക് അതിനെ തിരിക്കപ്പെട്ടു. ബിദ്ദലീൽ അഖ്ലിയായ ദലീൽ കൊണ്ട്, ബുദ്ധിപരമായിട്ടുള്ള ദലീൽ, അൽ ഖാത്തി, ഖണ്ഡിതമായ, അതായത് സംശയമൊന്നും ഇല്ലാത്ത ഖണ്ഡിതമായ അഖ്ലിയായ തെളിവുകൊണ്ട് അത് ഖുവ്വത്താണെന്ന് അതിന് വ്യാഖ്യാനിക്കപ്പെട്ടു. അതാണ്. അപ്പം ഖുവ്വത്ത് എന്നുള്ള എന്താണ്, മുഅവ്വലായ ഇതാണ്, മുഅവ്വലായ മാന എന്നൊക്കെ പറയാം. ഇനി ചെറിയ വിഷയങ്ങളാണ്. അൽ അഫ്ആലു, ഇനി പ്രവർത്തനങ്ങൾ. ഹാദിഹി തർജമ, ഇതൊരു ഹെഡിങ് ആണ്. ഫീലുകൾ എന്നുള്ളതൊരു തർജമയാണ്, പ്രവർത്തനം. ഇനി ഫീലുകൾ, പലതരം ഫീലുകൾ എന്ന് വെച്ചാൽ പലതരം ഫീലുകളുണ്ട്. നബിതങ്ങളുടെ പ്രവർത്തനം, നമ്മുടെ സാധാരണക്കാരുടെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം നബിതങ്ങളെ പറ്റി പറയുന്നത് ഫീലു സാഹിബി ശരീഅത്തി, ശരീഅത്തിൻ്റെ സാഹിബിൻ്റെ, ശരീഅത്തിൻ്റെ ആളുടെ പ്രവൃത്തി. ഇവിടെ ശരീഅത്തിൻ്റെ ആളെന്ന് ഉദ്ദേശിക്കുന്ന അള്ളാഹുടെ അല്ല ഉദ്ദേശിക്കുന്ന, മറിച്ച് രണ്ടാണ്, ഒന്ന് അള്ളയും ഒന്ന് റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന നബിതങ്ങളാണ് അല്ലേ, നബിതങ്ങളെ പറ്റിയുള്ള ചർച്ച ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് ഇവിടെ മുസന്നിഫ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ലാ യഹുലു, ഒഴിവാവുകയില്ല, നബിതങ്ങളുടെ പ്രവൃത്തി ഒഴിവാവുകയില്ല, അത് ഒഴിവാവുകയില്ല. ഒന്നുകിൽ എന്തിനെ തൊട്ട്, ഇമ്മ യകൂന അല വജ്ഹിൽ ഖുർബത്തി വത്താ, ഒന്നുകിൽ നബിതങ്ങളുടെ പ്രവർത്തനം ഖുർബത്തിൻ്റെയും താഅത്തിൻ്റെയും മേലെ, ഖുർബത്തിൻ്റെയും താഅത്തിൻ്റെയും വജ്ഹിന്മേലായിരിക്കും, അതിൻ്റെ കോലത്തിന്മേലായിരിക്കും നബിതങ്ങളുടെ പ്രവർത്തി. ഒന്നുകിൽ ഖുർബത്ത് താഅത്ത്, ഖുർബത്ത് എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ സാമീപ്യം കിട്ടി, താഅത്ത് എന്ന് വെച്ചാൽ അള്ളാഹുവിന് വഴിപ്പെടുക എന്നല്ലേ, ഒരു ഇബാദത്തിൻ്റെ വശമല്ലേ. ആ ഒരു കോലത്തിലായിരിക്കും. ഔല, അല്ലെങ്കിൽ അങ്ങനെ ആവാതിരിക്കും. ഔല യക്കൂനു, അല്ലെങ്കിൽ അങ്ങനെ ആവാതിരിക്കുക. ഒന്നിൽ ഖുർബത്ത് താഅത്ത് രൂപത്തിലായിരിക്കും നബിതങ്ങളുടെ പ്രവൃത്തി, അല്ലെങ്കിൽ ആയിരിക്കുക എന്തെങ്കിലും ഒന്നും ഉണ്ടാവുള്ളൂ, ഉറപ്പല്ലേ, എല്ലാവരും അറിയാം.
അപ്പോൾ ഫൈൻ ഖാൻ അല വജിയിൽ കുറുബത്തി താതി നബിതങ്ങളുടെ പ്രവൃത്തി കുറുബത്തിൻ്റെയും താത്തിൻ്റെയും രൂപപ്രകാരമാണെന്ന് വെച്ചോ. അങ്ങനെ തഫ്സിയാണ് ഫഇൻദല്ല, അങ്ങനെ ഫഇൻദല്ല അറിയിക്കുന്നുണ്ടെങ്കിൽ ദലീൽ ഒരു തെളിവ് അറിയിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇഖ്തിസാസ് ബിഹി അത് നബിതങ്ങളോട് പ്രത്യേകമാവുന്നതിന് മേൽ എന്തെങ്കിലും അറിയിക്കുന്നുണ്ടെങ്കിൽ ഈ യുഹ്മലു അതിന് ചുമത്തപ്പെടും, ആ നബിതങ്ങളുടെ പ്രവർത്തനത്തിൽ ചുമത്തപ്പെടും. അല്ലെങ്കിൽ ഇഖ്തിസാസിന്റെ മേൽ ചുമത്തപ്പെടും, അതായത് നബിതങ്ങൾക്ക് മാത്രമുള്ള ഹുക്കുമായിട്ട് ചുമത്തപ്പെടും. ഇതുപോലെ കസിയാദത്തെ ഈ നബിതങ്ങൾ വർദ്ധിപ്പിച്ച പോലെ നിക്കാഹിന്റെ വിഷയത്തിൽ അല അർബാത്തി നിസ്വത്ത് സാധാരണ ആളുകൾക്ക് 4 ഭാര്യമാർ, നബിതങ്ങൾക്ക് 11 12 അല്ലേ ആളുകളുണ്ടായിരുന്നല്ലോ. മറ്റേ അടിമ പെണ്ണുങ്ങളുണ്ടായിരുന്നു, 2 അടിമ സ്ത്രീകളുണ്ടായിരുന്നു. ഇനി വൈല്യം യദുല്ല ദലീൽ ഒരു ദലീൽ അറിയിക്കുന്നില്ലെങ്കിൽ അറിയിക്കുന്നില്ലെങ്കിൽ അതായത് നബിതങ്ങൾക്ക് മാത്രമുള്ളതാണെന്നതിൻ്റെ മേലെ ഒരു ദലീൽ അറിയിക്കുന്നില്ല. അതായത് ഇപ്പോൾ നേരത്തെ അറിയിക്കുന്നുണ്ട്, കാരണം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് വൈൻ കിട്ടും അല്ലാത്ത കുറിച്ചില്ലാത്ത പങ്കു മാതാവിലൊക്കെ നിസായി മസന വസലാത്ത റുബ 4 വരെ പറഞ്ഞിട്ടുള്ളത്. അപ്പം 4 ഉള്ളൂ, അതിൻ്റെ അപ്പുറം പറ്റൂല പറ്റൂല എന്നും ഇതിന്ന് കിട്ടുന്നുണ്ട്, നെസ്സിന്ന് തന്നെ കിട്ടുന്നുണ്ട് നല്ല മേലെ. അപ്പോൾ അവിടെ ഒന്ന് നബിതങ്ങൾ ചെയ്തു, അപ്പോൾ നബിതങ്ങളൊക്കെ പ്രത്യേകമുള്ളതാണ്, നമുക്ക് അതിന് മനസ്സിലാക്കാൻ കഴിയും. ഇനി അങ്ങനെ പ്രത്യേകിച്ച് ദലീലൊന്നും അറിയിക്കുന്നില്ലെങ്കിൽ ലാ യഖ്തസ്സു ബിഹി അത് നബിതങ്ങളെയും കൊണ്ട് പ്രത്യേകമാവൂല ആ ഒരു സംഗതി. ഈ അന്നല്ലാഹു തആല കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നിങ്ങൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തമമായ മാതൃക ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നബിതങ്ങളുടെ പ്രവർത്തി പിന്നെ ബാക്കിയുള്ളവർക്കൊക്കെ ബന്ധപ്പെടില്ല, ബാക്കിയുള്ളവർക്ക് അത് പിൻപറ്റാവുന്ന ആവുമല്ലോ, നബിതങ്ങൾക്ക് പ്രത്യേകമായതല്ലെങ്കിൽ. അപ്പോൾ ഫൈഹുമലു അപ്പോൾ അതിന് ചുമത്തപ്പെടും. ഈ ദലീലൊന്നും അറിയിച്ചില്ലെങ്കിൽ അതിന് ചുമത്തപ്പെടും. അലൽ വുജൂബി നിർബന്ധമാകുന്നതിന് ചുമത്തപ്പെടും. ഇന്ത ബാലി അസാബിന നമ്മളുടെ അസാബിൽ ചിലരുടെ അടുക്കൽ അത് നിർബന്ധമാകുന്നതിന് മേലെ ചുമത്തപ്പെടാം. ഫി ഹക്കിഹി നബിതങ്ങളുടെ ഹക്കിൽ നിർബന്ധമാണ്, ഹക്കിന് നമ്മുടെ ഹക്കിൽ സാധാരണക്കാരായ നമ്മുടെ ഹക്കിൽ നിർബന്ധമാണെന്ന് വരും. ഈ അന്നൽ അഹവത്ത കാരണം ഏറ്റവും സൂക്ഷ്മത എന്നുള്ളത് അല്ലെങ്കിൽ അന്നഹുൽ അഹവത്ത കാരണം അതാണ് ഏറ്റവും സൂക്ഷ്മതാണല്ലോ. ഇനി ഒമിന് അസാബിനെ നമ്മുടെ അസാബിന്റെ കൂട്ടത്തിലുണ്ട് മൻ ഒരുത്തര് കാല പറഞ്ഞു യുഹമല അതിനെ ചുമത്തപ്പെടും അലൻ നദുബി അത് സുന്നത്തിന്റെ മേലാണ് അതിനെ ചുമത്തപ്പെടേണ്ടതെന്ന് പറഞ്ഞ വിഭാഗമുണ്ട് നമ്മുടെ അസാബിന്റെ കൂട്ടത്തിൽ. ലിഅന്നഹു മുതഹഖഖു ബഅദ തലബി കാരണം അത് അൽ മുതഹഖഖു ഉണ്ടാവുന്നത് എപ്പോഴാണ്? ബഅദ തലബി തലബിന്റെ ശേഷമാണ് ഉണ്ടാവുക, തലബിന്റെ ശേഷമാണല്ലോ അത് ഉണ്ടാവുക. അപ്പോൾ ഇതെന്താണ് നബിതങ്ങളുടെ ഇത്തരം പ്രവർത്തനം എന്തായിട്ട് വരുള്ളൂ? അത് നെതുബായിട്ടേ വരാൻ പാടുള്ളൂ എന്നാണ് അവർ പറഞ്ഞത്. ഇനി വമിൻഹും അസാബിന്റെ കൂട്ടത്തിൽ തന്നെ ഉള്ളവരുണ്ട് മൻ ഒരുത്തര് കാല അവർ പറഞ്ഞു യതവഖഫു ഫീഹി എന്താണ് അവിടെ മൗനം യുതവഖഫു ഫീഹി അവിടെ മൗനം അവലംബിക്കപ്പെടണം, ഒന്നും പറയാൻ പറ്റൂല. അതിലത്തി വീതാലിക്ക് ആ വിഷയത്തിൽ ദലീലുകൾ എന്തായി പരസ്പര വൈരുദ്ധ്യമായത് കാരണത്താൽ അങ്ങനെ പറയുന്നത്. അപ്പോൾ 3 അഭിപ്രായക്കാരുണ്ട് അസാബിന്റെ കൂട്ടത്തിൽ. ഇനി ഫൈൻ ഖാന അലാ വജിഹി വൈരി വജിഹിൽ കുർബത്തി വത്താഅത്തി ഇനി അങ്ങനെയല്ല. ഇപ്പം ഇത്രയും നമ്മൾ പറഞ്ഞതാണ് കുർബത്തിന്റെയും താഅത്തിന്റെയും വജിഹ് പ്രകാരമാണ് നബിതങ്ങളുടെ പ്രവൃത്തി ഉണ്ടായാൽ. ഇനി അങ്ങനെയല്ല, ഫൈൻ ഖാന നബിതങ്ങളുടെ പ്രവൃത്തി ആയാൽ അലാ വജിഹി വൈരി അല വജിഹിൻ വൈരി വജിഹിൽ കുർബത്തി വത്താഅത്തി കുർബത്തിന്റെയും താഅത്തിന്റെയും കോല അല്ലാത്തമേലുള്ള ഒരു കോലത്തിന്മേലാണുള്ളത്. അപ്പോൾ അതിന്റെ കോലത്തിന്മേലല്ല ഉള്ളതെങ്കിൽ ഫയോമൻ നബിതങ്ങളുടെ പ്രാർത്ഥനത്തെ ചുമത്തപ്പെടണം. അലൽ ഇബാഹത്തി അത് മുബാഹാണ് അനുവദനീയമാണെന്നെങ്കിൽ ചുമത്തപ്പെടണം. ഇതുപോലെ കൽ അക്ലി വശുർബി ഫി ഹക്കി വാക്കിന തീറ്റ പോലെ കുടി പോലെ നബിതങ്ങളുടെ ഹക്കിലും നമ്മുടെ ഹക്കിലും. കാരണം നബിതങ്ങൾ തിന്നു എന്ന് വെച്ച് അതെന്താണ്? അത് ആരാധനയാണ്, നമുക്ക് ആരാധനയാക്കി മാറ്റാം, അങ്ങനെയല്ല. അതിനെന്താണ്? അത് മുബാഹാണ് അവിടെ. കാരണം തിന്നാം, കുടിക്കാം, ഉറങ്ങാം, എന്താണ് ഭാര്യയായിട്ട് ബന്ധപ്പെടാം, അങ്ങനൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതൊക്കെ മുബാഹാണെന്ന് ഇനിമേൽ അറിയിക്കുകയാണ്. കാരണം നബിതങ്ങളുടെ എല്ലാ സാധനം നമുക്ക് തെളിവാണല്ലോ, അതാണ് അനുവദനീയാണെന്നെങ്കിലും അറ്റ്ലീസ്റ്റ് തെളിവാകും. ഇനി ഇഖ്റാറു സാഹിബി ശരിയത്തി ഇനി നബിതങ്ങളെ പറ്റിയാണ് പറയുന്നത്. സാഹിബ് ശരി ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഖ്റാർ സമ്മതം അല്ലൽ കൗലി ഒരു വർത്താനത്തിന് മേൽ നബിതങ്ങളുടെ സമ്മതം അത് അതെന്തിനാൽ മിൻ അഹദി ഒരാളിൽ നിന്നുള്ള ഒരു കൗലിന്റെ മേലെ നബിതങ്ങൾ സമ്മതിക്കുക. അതേതാണ് കൗലു സാഹിബി ശരിയ, അത് നബിതങ്ങളുടെ സാഹിബ് ശരി, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൗലാണ്. അതായത് കൗലിഹി അത് നബിതങ്ങളുടെ കൗലിനെ പോലെയാണ്. അതായത് ഒരാൾ എന്തോ പറഞ്ഞു, നബിതങ്ങൾ സമ്മതിച്ചാൽ അത് നബിതങ്ങൾ പറഞ്ഞ പോലെ ആയിരിക്കും എന്ന് മനസ്സിലായല്ലോ. ഇനി വൈക്രാറു അൽ ഫീലി മിൻ ആദിം വേറൊരാളിൽ നിന്നുള്ള ഒരു പ്രവർത്തനത്തിന് മേലുള്ള നബിതങ്ങളുടെ സമ്മതമാകുന്നത് കഫീലി അതും നബിതങ്ങളുടെ പ്രവർത്തനം പോലെയാണ്. വേറൊരാളെ ചെയ്തത് നബിതങ്ങളുടെ സദസ്സിൽ വെച്ച് അവ നബിതങ്ങൾ ചെയ്ത പോലെ നബിതങ്ങളൊന്നും എതിർത്തിട്ടൊന്നും ഇല്ലെങ്കിൽ സമ്മതിച്ചാൽ തൃപ്തനായാൽ മുഖമൊന്നും ചുമന്നില്ല അങ്ങനെയെങ്കിൽ ഇല്ല കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
മാസൂമൻ സുരക്ഷിതനാണ് എന്തിനെ തൊട്ട് അൻ ഐ യുക്കിറ നബിതങ്ങൾ സമ്മതിക്കുന്നതിനെ തൊട്ട് നബിതങ്ങൾ സുരക്ഷിതനാണ് അഹദൻ ഒരാളെ അംഗീകരിക്കുന്നതിനെ തൊട്ട് അല മുൻകർ ഒരു മുൻകറായ വെറുക്കപ്പെടുന്ന ഒരു പ്രവർത്തനത്തിന് മേൽ വെറുക്കപ്പെടുന്ന ഒരു പ്രവർത്തനത്തിന് മേൽ ഒരാളെ നബിതങ്ങൾ അംഗീകരിച്ചു കൊടുക്കുക എന്ന ഒരു കാര്യത്തൊട്ട് നബിതങ്ങൾ സുരക്ഷിതനാണ്. അപ്പം വെറുക്കപ്പെടുന്ന കാര്യമാണ് നബിതങ്ങൾ അംഗീകരിക്കൂലോ. ഇനി മിസാലുകാർക്ക് അതിന്റെ ഉദാഹരണം എന്താണ്? ഇക്രാറുഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിച്ചു കൊടുത്തലാണ് അതിന്റെ ഉദാഹരണം. ആർക്ക് സമ്മതിച്ചു കൊടുത്തു? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ അംഗീകരിച്ചു. ഏതിന്മേൽ? അലാ ഖൗലിഹി അദ്ദേഹത്തിന്റെ കൗലിമേല് ബീതായി സലബിൽ കത്തീലിന്റെ സലബിനെന്താ കൊടുക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ലി കാത്തിലി കൊന്ന ആൾക്ക്. അപ്പോൾ കൊല്ലപ്പെട്ട ആളുടെ സലബ് എന്ന് വെച്ചാൽ അയാളുടെ വസ്ത്രം, ഇട്ട വസ്ത്രം, അതുപോലെ തന്നെ കുതിര, വാഹനം, അത്യാവശ്യ കാര്യങ്ങളൊക്കെ യുദ്ധത്തിൽ ഉണ്ടാവൂലേ. അപ്പോൾ അങ്ങനത്തെ കിട്ടുന്ന ആ സലബിന് ആർക്ക് കൊടുക്കണമെന്ന്? അയാളെ കൊന്ന ആൾക്കുള്ളതാണ് എന്ന് ആര് പറഞ്ഞു? ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോൾ നബിതങ്ങൾ അതിനെ അംഗീകരിച്ചു. അതുപോലെ ഇക്റാറുഹു അത് അതിന് ഉദാഹരണമാണ്. നബിതങ്ങളുടെ പ്രവർത്തനം അല്ലെങ്കിൽ നബിതങ്ങളുടെ പ്രവർത്തനത്തിന്റെ സ്ഥാനത്താണ് നബിതങ്ങളുടെ ഇക്റാർ വന്നുകൊണ്ട്. ഇനി ഇക്റാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അംഗീകാരം ആരെ? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ അംഗീകരിച്ചു. ഏതിനു മേലെ? അല അക്കില് ഈ ഉടുമ്പിനെ തിന്നുന്നതില് അദ്ദേഹം ഉടുമ്പിനെ തിന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നബിതങ്ങൾ ഒന്നും എതിർത്തില്ല, അംഗീകരിച്ചു. അപ്പൊ അത് നബിതങ്ങൾ പറഞ്ഞതിന്റെ സ്ഥാനത്താണ്. മുത്തഫഖൻ അലൈഹി. അല്ല, ഇത് പറച്ചിലിന് ഉദാഹരണമല്ല, ഇത് പ്രവർത്തനത്തിന് ഉദാഹരണമാണ്. എന്താണ്? ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഈ ഉടുമ്പിനെ തിന്നിട്ടുണ്ട്. അവൻ നബിതങ്ങൾ അംഗീകരിച്ചു. അവൻ എന്താണ്? കുഴപ്പമില്ലാന്ന്. അത് ഇബാഹത്താണ് ഇവിടെയൊക്കെ അറിയിക്കുന്നത്. പിന്നെ വമാ ഫഅല ഫീ വഖതി അല്ല വമാ ഫുയില അത് പ്രവർത്തിപ്പിക്കപ്പെട്ട് ഫീ വഖതി നബിതങ്ങളുടെ സമയത്ത്, അതായത് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങളുടെ സമയത്ത് ഫീ ഗൈരി മജ്ലിസിഹി നബിതങ്ങളുടെ കാലഘട്ടത്തിൽ, നബിതങ്ങൾക്ക് ശേഷം നബിതങ്ങളിൽ ആയുസ്സിലുള്ള കാലഘട്ടത്തിൽ ഫി ഗൈരി മജ്ലിസി നബിതങ്ങളുടെ സദസ്സ് അല്ലാത്തതിൽ, നബിതങ്ങളുടെ സദസ്സ് നബിതങ്ങൾ ഇല്ലാത്തപ്പോൾ, പക്ഷെ നബിതങ്ങൾ ഈ ഭൂലോകത്തുണ്ട് താനും. അപ്പോൾ ആ ഒരു സമയത്ത് എന്താണ്? നബിതങ്ങൾ ഇല്ലാത്ത ഒരു സ്ഥലത്ത് വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്നിട്ട് അലിമ ബിഹി അതിനെ സംബന്ധിച്ച് നബിതങ്ങൾ അറിയുകയും ചെയ്തു. വലം യുൻകിറു നബിതങ്ങൾ അതിനെ വെറുത്തിട്ടുമില്ല. അങ്ങനെയെങ്കിൽ ഹുക്കുമ അതിന്റെ ഹുക്കുമ ഇതുപോലെ തന്നെയാണ്. ഹുക്കുമ ഫുഇല ഫി മജ്ലിസി ഹുക്കുമ ഒന്നിന്റെ ഹുക്കുമ തന്നെയാണ്. ഫുഇല ഒന്ന് പ്രവർത്തിപ്പിക്കപ്പെട്ടു ബിഫി മജ്ലിസ് നബിതങ്ങളുടെ സദസ്സിൽ വെച്ച്. അപ്പോൾ നബിതങ്ങളുടെ സദസ്സിൽ വെച്ച് പ്രവർത്തിപ്പിക്കപ്പെട്ട ഒന്നിന്റെ ഹുക്കുമ തന്നെയാണ് അതിന് ഉണ്ടാവുക എന്ന്. ഏതുപോലെ ഇൽമിഹി നബിതങ്ങൾ അറിഞ്ഞതുപോലെ എന്തിനെ സംബന്ധിച്ച് ബി ഹലഫി അബൂബക്കർ റളിയല്ലാഹു അൻഹു അബൂബക്കർ റളിയല്ലാഹു അൻഹു സത്യം ചെയ്തു എന്നതിന് നബിതങ്ങൾ അറിഞ്ഞു. അതുപോലെ എന്താണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സത്യം ചെയ്ത്? അന്നഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലാ യഅകുലു തിന്നുകയില്ലെന്ന ഭക്ഷണത്തെ ഫീ വഖതി ഖൈലി അദ്ദേഹത്തിന് ദേഷ്യം പിടിക്കുന്ന സമയത്ത് അങ്ങനെ സത്യം ചെയ്തു. സുമ്മ അക്കല പിന്നെ അദ്ദേഹം തിന്നു. എന്ത് കാരണത്താൽ? എപ്പോൾ? ലമ്മാറ അക്കല അദ്ദേഹം അക്കലിനെ കണ്ടപ്പോൾ, അക്കലിനെ അദ്ദേഹം മനസ്സിലാക്കും. തിന്നലാണ് ഹൈറൻ ലഹു അദ്ദേഹത്തിന് കൂടുതൽ നല്ലത് തിന്നലാണ് തിന്നാതിരിക്കുന്നതിനേക്കാളും അദ്ദേഹത്തിന് മനസ്സിലാക്കിയപ്പോൾ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ചെയ്ത സത്യത്തെ എന്തായി? കളഞ്ഞിട്ട് എന്ത് ചെയ്തു? ഭക്ഷണം കഴിച്ചു. അപ്പം എന്താണ്? അത് നബിതങ്ങൾ എന്തായി? അംഗീകരിച്ചു. അപ്പം എന്താണ്? സത്യം ചെയ്താൽ ആ സത്യത്തിന് എന്ത് ചെയ്യുക? പിൻവലിക്കാം, അനുവദനീയാണ് എന്ന് മനസ്സിലായി. പിന്നെ ഫിഖ് പറയുന്നുണ്ട് എന്താണ്? കഫാറത്ത് കൊടുക്കണമെന്ന് സംഗതി. സത്യം ചെയ്തതിൻ്റെ ആ സത്യം മാറ്റി ചെയ്ത കാരണത്താൽ കഫാറത്ത് കൊടുക്കണം, അത് വേറെ വിഷയം. അപ്പം എന്തായാലും അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി അല്ലേ? സത്യം ചെയ്താൽ അതിനെ പിൻവലിക്കാൻ പറ്റുമെന്ന് മനസ്സിലായി. അപ്പോൾ അത് നബിതങ്ങളുടെ സദസ്സിൽ വെച്ച് അല്ലെങ്കിൽ പോലും നബിതങ്ങൾ ഇത് അറിഞ്ഞു, നബിതങ്ങൾ അതിനെ ഇൻകാർ ചെയ്തിട്ടില്ല. എന്തിനാണ് അബൂബക്കർ നീ തിന്നാൻ പോയത് എന്നൊന്നും ചോദിച്ചില്ല. അപ്പോൾ ഇൻകാർ ഉണ്ടായിട്ടില്ലാത്തതുകൊണ്ട് നബിതങ്ങളുടെ ആ സദസ്സിൽ വെച്ച് തന്നെ പ്രവർത്തിക്കപ്പെട്ട ഒരു പ്രവർത്തനം പോലെയാണ്. അപ്പോൾ നബിതങ്ങളുടെ ഒരു ഇഖ്റാർ അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ സംഗതി മുബാഹാണെന്ന് മനസ്സിലായി, കഫാറത്ത് കൊടുക്കണമെങ്കിലും. കമാ യൂഹദ് മനസ്സിലാക്കപ്പെടുന്ന പോലെ അത് മിൻ ഹദീസ് മുസ്ലിമാണ് നിവേദനം ചെയ്ത ആദ്യത്തിൽ നിന്ന് ഫിൽ അത്ഇമയുടെ ബാബിൽ ഈ ഭക്ഷണത്തിനെ പറ്റി പറയുന്നുണ്ട് ബാബിൽ. അസ്സലാമു അലൈക്കും.